We all have a reason to praise God. We all have a reason to worship God. Even the kid, even she was not keeping well till yesterday, but we have a reason to worship God along with her as we celebrate her this evening. Let us all come together and worship God. Let us all raise our voices again. Hallelujah. Let our voices rise to Him this evening. Hallelujah. We thank you, God. We thank you, God, and we welcome you, Holy Spirit. Hallelujah. We welcome you. Hallelujah. As we gather in this place today, Holy Spirit, come and have your way. Our voices. Have your way. As we lay aside our own desire, sweep across our hearts with holy fire. Have your way. We sing all the hands together in this place. As we gather in this place today, Holy Spirit, come and have your way. Have your way. As we lay aside our own desire, sweep across our hearts with holy fire. Have your way. This is your house. This is your house. Your home. We welcome you, Lord. We welcome you. This is your house. Your home. We welcome you today. As we offer up our hearts and lives, let them be a living sacrifice. Have your way. Be glorified, Lord. Be glorified in everything we do. Yes, be glorified. Be glorified in everything we say. Have your way. This is your heart. This is your
Hallelujah. We give you all the glory, Lord. We give you all the honor, Lord. Hallelujah, 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 Father Lord. Hallelujah, hallelujah. As we sing more songs, let our voices rise up and glorify His name. Hallelujah.
പ്രത്യേകിച്ചും അതിനകത്ത് നാലാമത്തെ വാക്യം ഞാനത് വായിക്കണം ആഗ്രഹിക്കുകയാണ്. Verse 4. Can somebody read verse 4 from Psalms 128? This is the man blessed. Yes, please. യഹോവഭക്തനായ പുരുഷൻ ഇങ്ങനെ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകും. 3-4 പേര് സ്റ്റാർട്ട് ചെയ്ത് ആരും complete ചെയ്തില്ല. യഹോവഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകും. Praise God. Thank you. Hallelujah. Thank you. യഹോവഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെടുക. അത് ഒരു തടസ്സം പോലെ അത് വായിക്കാനാവില്ല. Hallelujah. Praise God. Hallelujah. ഒന്ന് പറഞ്ഞേ, യഹോവഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെടുന്നത്. Hallelujah. ബൈബിളിൽ നമ്മൾ പുരുഷൻ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കരുത്, ഡിസ്ക്രിമിനേഷൻ ഒന്നും ചിന്തിക്കരുത് കേട്ടോ. കാര്യം ബൈബിളിൽ യഹൂദ പശ്ചാത്തലവും പാരമ്പര്യവും ട്രഡീഷൻസ് ഒക്കെ അനുസരിച്ച് അങ്ങനെയാണ് അത് ചെയ്യുന്നത്. അതിന്റെ അർത്ഥം സഹോദരിമാരെ, അമ്മമാരെ ഒക്കെ ഒഴിവാക്കി എന്നല്ല എൻ്റെ അർത്ഥം. പുരുഷൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് സ്ത്രീയുമുണ്ട്, ഇല്ലേ? സ്ത്രീ ഇല്ലാതെ പുരുഷൻ അല്ലെങ്കിൽ തന്നെ കംപ്ലീറ്റ് ആകുകയില്ല, അല്ലേ? അങ്ങനല്ലേ? സ്തോത്രം. അത് രണ്ടുകൂടെ ചേരുമ്പോഴാണ് പുരുഷനെ മാറുന്നത്, സ്ത്രീ കൂടെ ചേരുമ്പോഴാണ്. അല്ലേ? ആയതുകൊണ്ട് അങ്ങനെ നിങ്ങൾ ചിന്തിക്കുക. കുടുംബത്തോടുള്ള ദൈവത്തിന്റെ വാഗ്ദത്തത്തിന്റെ വാക്കുകളാണ്, ദൈവത്തിന്റെ വചനമാണ് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത്. യഹോവഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. ഞാൻ ഈ 228 സങ്കീർത്തനം നോക്കി 6 വാക്യമേ ഉള്ളൂ. 6 വാക്യത്തിൽ എനിക്ക് ഈ പുരുഷൻ എങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവരാകും എന്നുള്ള ബന്ധത്തിൽ ഏതൊക്കെ നിലകളിലാണ് അനുഗ്രഹങ്ങൾ എന്ന് 8 അനുഗ്രഹങ്ങളാണ് ഈ കാണുന്നത്. അല്ലേ? 8 അനുഗ്രഹങ്ങൾ നമ്മൾ വേഴ്സ് 2 മുതൽ വായിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് ഒരുപക്ഷെ അതിൽ കൂടുതൽ കാണുന്നിരിക്കുക. ഞാൻ എന്റെ ശ്രദ്ധയിലേക്ക് പെട്ട 8 അനുഗ്രഹങ്ങളാണ് ഏറ്റവും കുറച്ച് ഞാൻ ഇത് കാണുന്നതാണ് കഴിഞ്ഞത്. അല്ലെങ്കിൽ എന്നാൽ അതിനേക്കാളും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടിരിക്കുന്ന കാര്യം അതിന് വേഴ്സ് 1 ആണ്, 1ാമത്തെ വാക്യമാണ്. അല്ലേ? അതൊന്ന് വായിക്കാമോ? യഹോവയെ ഭയപ്പെട്ട് ആമേൻ. അവന്റെ വഴികളിൽ നടക്കുന്ന ഏവരും ഭാഗ്യവാൻ. യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴികളിൽ നടക്കുന്ന ഏവരും ഭാഗ്യവാൻ. അതാണ് ഞാൻ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ വാക്യം. അതിനോട് ചേർന്നാണ് ഈ അനുഗ്രഹങ്ങൾ മൊത്തവും കുടുംബത്തിന് മേൽ സ്തോത്രം ദൈവികമായ നടത്തിപ്പിലൂടെ കടന്നു പോകുന്ന കുടുംബത്തിന് മേൽ നൽകപ്പെട്ടിരുന്ന അനുഗ്രഹങ്ങളുടെ ലിസ്റ്റുകളൊക്കെ പറയുന്നതിന് മുമ്പായിട്ട് കണ്ടീഷൻസ് ആണ് ആദ്യം. ഹല്ലേലൂയ. നമ്മൾ ഒരു കാര്യം ഓർക്കണം, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളോ ദൈവത്തിന്റെ അനുഗ്രഹങ്ങളോ നമ്മുടെ ജീവിതത്തിൽ നിറവേറപ്പെടണമെങ്കിൽ നമ്മൾ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന കണ്ടീഷൻസ് നമ്മൾ ഫുൾഫിൽ ചെയ്തേ മതിയാവുകയുള്ളൂ, അല്ലേ? നമുക്കറിയാം, ഇസ്രായേൽ മക്കളുടെ ചരിത്രം നമുക്കറിയാം, അല്ലേ? അവര് മിസ്രൈമിൽ നിന്ന് വാഗ്ദത്തം കേട്ട് അവരെ വെളിയിൽ കൊണ്ടുവന്ന ജനമാണ്. ദൈവത്തിന്റെ ആലോചന നടത്തിക്കൊണ്ടിരിക്കുക. പക്ഷെ അവർ വാഗ്ദത്തം കേട്ടു, പക്ഷെ വാഗ്ദത്തം പ്രാപിക്കപ്പെട്ടവർ കാരണം എന്താ? അവർ ദൈവത്തിന്റെ വഴികളിൽ നടന്നില്ല, അല്ലേ? ദൈവത്തിന്റെ വഴികളിൽ ദൈവത്തിന്റെ കൽപ്പന പ്രകാരം നടന്നില്ല, ദൈവത്തെ ഭയപ്പെട്ടില്ല. ഭയന്നുകൊണ്ട് വാഗ്ദത്തം കേട്ടു എങ്കിലും പ്രാപിക്കപ്പെടാൻ കഴിഞ്ഞില്ല. അപ്പൊ വാഗ്ദത്തം പ്രാപിക്കണമെങ്കിൽ നമ്മൾ ദൈവത്തിന്റെ വഴികൾ നടന്നു പറയാൻ വേണ്ടി ദൈവത്തിന്റെ കൽപ്പനകളിൽ രസിച്ചേ മതിയാകും. അവരിൽ ഭയപ്പെട്ട് ദൈവത്തിന് ഭയപ്പെട്ടെങ്കിൽ മാത്രമേ നമുക്കിത് പ്രാപിക്കപ്പെടാൻ കഴിയൂ. അതുകൊണ്ടാണ് ആ സംഗീതം തുടങ്ങുന്നത് തന്നെ ഇങ്ങനെ വായിക്കുന്നത്. അവന്റെ യഹോവയെ ഭയപ്പെട്ടവരുടെ വഴി നടക്കുന്ന ഭാഗ്യവാൻ. അതിനകത്ത് ഞാൻ ഒത്തിരി അനുഗ്രഹങ്ങൾ പറഞ്ഞു, അനുഗ്രഹത്തിന്റെ എല്ലാത്തിന്റെയും എക്സ്പ്ലനേഷനിലേക്ക് പോകുന്നത്. പക്ഷെ അതിന്റെ എന്താ പറയുക, അതിന്റെ ലിസ്റ്റ് മാത്രം ഞാൻ ഒന്ന് പറഞ്ഞു പോകാം. അവന്റെ 2ാമത്തെ വാക്യം വായിക്കുന്ന അനുഗ്രഹം നമ്പർ 1, നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും. You shall eat the fruit of the labor of your hands. അത് അനുഗ്രഹം ബ്ലെസ്സിംഗ് നമ്പർ 1, അനുഗ്രഹിക്കപ്പെടുന്ന 2ാമത്തെ കാര്യം, നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. രണ്ട് അനുഗ്രഹങ്ങൾ. 1 നീ ഭാഗ്യവാനാണ്, 2 നിനക്ക് നന്മ വരും. പിന്നെ 4ാമത്തെ അനുഗ്രഹം, നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി, നല്ല അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബ ജീവിതം. ഇനി അടുത്തത് 5, നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും മുഴുവൻ തലമുറയിലൂടെയുള്ള അനുഗ്രഹങ്ങൾ. ഇനി അടുത്തത് വായിക്കുന്ന സമയത്ത് യഹോവ സിയോനിൽ നിന്ന് സ്വർഗത്തിൽ നിന്നുകൊണ്ട് കർത്താവ് നമ്മളെ അനുഗ്രഹിക്കും. അത് അടുത്ത അനുഗ്രഹം. അടുത്തത് ആയുഷ്കാലമൊക്കെ നീ യെരൂശലേമിന്റെ നന്മയെ കാണും, ദൈവത്തിന്റെ നന്മകളെ നമ്മൾ അനുഭവിക്കും. ഹല്ലേലൂയ. 8ാമത്തത് സ്തോത്രം, നിന്റെ മക്കളുടെ മക്കളെയും നീ കാണും, നിന്റെ മക്കളുടെ മക്കളെയും നീ കാണും. ഹല്ലേലൂയ. സന്താന വർദ്ധനവ്, അപ്പോൾ തന്നെ ആയുസിന്റെ വർദ്ധനവ്. ഹല്ലേലൂയ. നമ്മുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടുന്നത്. ഹല്ലേലൂയ. ഇങ്ങനെ 8 കാര്യങ്ങളാണ് ഞാൻ ഇതിന്റെ എന്റെ ശ്രദ്ധയിലേക്ക് ദൈവം പെടുത്തിയത്. അതിനകത്ത് ഒരു കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തണമെന്ന് ആഗ്രഹിക്കുകയാണ്. എന്താ പറയുക, അതിന്റെ സ്തോത്രം, അതിന്റെ 3ാമത്തെ വാക്യത്തിന്റെ സെക്കൻഡ് പോർഷൻ, നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഓർവിധികൾ പോലെ. സ്തോത്രം. നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള കാര്യമല്ലേ?
അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ മേശയ്ക്ക് ചുറ്റും ഒലിവുതൈകൾ പോലെ ഇരിക്കുമെന്ന് പറയുമ്പോൾ നമുക്ക് കേൾക്കുവാൻ ഇഷ്ടമുള്ള കാര്യമാണ് അല്ലെങ്കിൽ. പക്ഷേ ഇവിടെ എന്താ പറയുമോ, നമ്മുടെ വീട് അതിന്റെ നല്ല ഒരു എന്താ പറയുന്നത്, നല്ലൊരു ആ ഒരു വേർഡ് എന്നെ നോക്കിയിരിക്കുകയാണ്, നല്ലൊരു അനുഭവം അല്ലെങ്കിൽ ആ ഒരു കുടുംബാന്തരീക്ഷം അല്ലെങ്കിൽ ഒരു ഒലിവുതൈകൾ പോലെ ആയി തീരത്തക്കവണ്ണമുള്ള ഒരു കുടുംബ അന്തരീക്ഷം നമ്മുടെ വീട്ടിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ എങ്ങനെയായിരിക്കും? അവർ ഒലിവുതൈകൾ പോലെ ആയിരിക്കും അല്ലെങ്കിൽ. ഒരു മേശയ്ക്ക് ചുറ്റും ഒരു ഒലിവുതൈ വളർന്നു വരിക എന്ന് പറയുന്നത് തന്നെ അത് യൂഷ്വലായി നടക്കുന്ന കാര്യമല്ല, ആണോ? ഒലിവുതൈകൾ ഒരിക്കലും മേശയ്ക്ക് ചുറ്റുമല്ല വളരുന്നത്. അതിന് വളരുവാൻ ഒരു പ്രത്യേകമായി ഒരുക്കപ്പെട്ടിരിക്കുന്ന മണ്ണിൽ ആ സ്ഥലത്താണ് ഒരു ഒലിവുതൈ വളരുന്നത്. എന്നാൽ ഈ ഒലിവുതൈ ഒരു മേശയ്ക്ക് ചുറ്റും അതുപോലെ വളരണം, ഇത് കമ്പാരിസൺ ആണെങ്കിൽ പോലും അതുപോലെ വളരണമെങ്കിൽ അതിന് പിന്നെ ഒരു എക്സ്ട്രാ എഫേർട്ട് അത് നടുന്ന അല്ലെങ്കിൽ ആ കുടുംബം ചെയ്തേ മതിയാകും. ആ വരായിട്ട് ഞാൻ പറയുന്നത് ശരിയാണോ അല്ലയോ? മണ്ണിൽ വീടിന്റെ വെളിയിൽ ആവശ്യമായ മഴയും വെയിലും കാറ്റും ഒക്കെ കൊണ്ട് ആവശ്യമായ കാർബൺ ഡൈ ഓക്സൈഡും ഓക്സിജൻ ഈ കാര്യങ്ങളെല്ലാം ലഭിച്ച് വളരുന്ന ഒരു ചെടി ആ വെളിയിൽ നിന്ന് അല്ലെങ്കിൽ അതിന്റെ നോർമൽ ആയിട്ടുള്ള കണ്ടീഷൻസിൽ നിന്നും അതിനെ വീടിന്റെ അകത്ത് കൊണ്ടുവന്ന് മറ്റൊരു അറ്റ്മോസ്ഫിയറിലേക്ക് മാറ്റി നട്ട് അതിനെ വളർത്തുമ്പോൾ അത് മേശയ്ക്ക് ചുറ്റും ഇങ്ങനെ വളർന്നു വരണമെങ്കിൽ അതിന്റെ പിന്നിൽ ഒത്തിരി അധികം എഫേർട്ട് ഇട്ടേ മതിയാവും ഇല്ലേ? അതിന്റെ നിങ്ങൾക്ക് തോന്നുന്നത് പോലെ നമുക്കറിയാം, ചെടി എല്ലായ്പ്പോഴും വെളിച്ചം കാണുന്ന ഭാഗത്തേക്കാണ് പോകുന്നത് അല്ലെ? ചെടി എല്ലായ്പ്പോഴും വെളിച്ചം കാണുന്ന ഭാഗത്തേക്ക് പോകുന്നത്. ഇവിടെ ഡൈനിങ് ടേബിൾ ആണെങ്കിൽ വിൻഡോ എവിടെയാണെങ്കിൽ ഇത് ഇങ്ങോട്ടായിരിക്കും വളരുന്നത്, അത് അങ്ങോട്ടായിരിക്കും വളരുന്നത്. കാര്യം അവിടെ നിന്നാണ് സൺലൈറ്റ് കിട്ടുന്നത്, അങ്ങനെയല്ലേ? പക്ഷെ എന്നാൽ അതിനെ തിരിച്ച് അതിനെ ചുറ്റും വളർത്തണമെങ്കിൽ ആ വീടിന്റെ ഉടയവൻ കുറച്ച് കഷ്ടപ്പെട്ടേ മതിയാവും, കുറച്ച് കഷ്ടപ്പെട്ടേ മതിയാവും. അതല്ലെങ്കിൽ മേശയ്ക്ക് ചുറ്റും അതിന് മൂട് മാത്രമാണെങ്കിലും അതിന്റെ തണ്ടുകളും അതിന്റെ സ്റ്റെമ്മും ഒക്കെ പോകുന്നത് വളരെ അങ്ങോട്ടായിരിക്കും അല്ലെങ്കിൽ വെളിയിലേക്കായിരിക്കും. അതല്ല ഇവിടെ പറയുന്നത്, മേശയ്ക്ക് ചുറ്റും നിൽക്കുന്ന ഒലിവുതൈകൾ പോലെ ഇരിക്കും നമ്മുടെ മക്കൾ. അതിന്റെ അർത്ഥം നമുക്ക് പ്രത്യേകിച്ച് ഒത്തിരി ന്യൂസുകളൊക്കെ മീഡിയയിലും ഒക്കെ നിങ്ങൾ കേൾക്കുന്നതാണല്ലേ? പേരൻസ് മക്കളെ കൊന്നുകളയുന്ന പേരൻസ് അല്ലെങ്കിൽ അമ്മമാര് മക്കളെ കൊന്നുകളയുന്ന അമ്മമാര്, പേരൻസിനെ കൊല്ലുന്ന കുഞ്ഞുങ്ങൾ, മക്കള് വീട്ടിൽ നിന്ന് പുറപ്പെട്ടു പോകുന്ന വീട്ടിൽ പേരൻസ് കൂടെ പാർക്കാത്ത മക്കളെ വെളിയിലാക്കുന്ന പേരൻസ്, അങ്ങനെ ഒത്തിരി വ്യത്യസ്തമായിട്ടുള്ള ന്യൂസുകളൊക്കെ നമ്മൾ കേൾക്കുകയും കാണുകയൊക്കെ ചെയ്യുന്നതാണ്. പക്ഷെ നമുക്കും അറിയാവുന്ന കുടുംബങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ല. അതിന്റെ നടുവിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ ഇതുപോലെ വളർത്തിയെടുക്കണമെങ്കിൽ നമ്മളെ ഇതിനോട് പഠിപ്പിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, ഇത് സാധാരണ രീതിയിൽ ഇങ്ങനെ നമ്മൾ വളർത്തിയ മറ്റുകയെല്ലാം ബാധിച്ച് കുറച്ച് അധികം എഫേർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതുപോലെ നമ്മുടെ കുഞ്ഞിനെ ആക്കി മാറ്റാൻ പറ്റൂ. ഇത് നമുക്കൊരു മുൻകരുതൽ എന്താണ്, നമ്മളൊന്ന് കോഷൻ ചെയ്യണം. നമ്മുടെ കുഞ്ഞുങ്ങൾ ഇതുപോലെ ആയി തീരണമെങ്കിൽ പേരൻസ് എന്ന നിലയിൽ നമ്മൾ ഒത്തിരി അധികം എഫേർട്ട് ഇട്ടേ മതിയാവുകയുള്ളൂ. അതിന് പിന്നിൽ ഒത്തിരി അധ്വാനമുണ്ട്, അതിന് പിന്നിൽ ഒത്തിരി കഷ്ടപ്പാടുകളുണ്ട്, അതിന് പിന്നിൽ ഒത്തിരി പേഷ്യൻസ് ഉണ്ട്, അതിന് പിന്നിൽ ഒത്തിരി സ്നേഹമുണ്ട്, അതിന് പിന്നിൽ ഒത്തിരി കെയർ ഉണ്ട്, അതിന് പിന്നിൽ ഒത്തിരി സപ്പോർട്ട് ഉണ്ട്. അതിന് പിന്നിൽ ആ പ്ലാൻ അല്ലെങ്കിൽ അതിന്റെ നീട് മനസ്സിലാക്കുവാനുള്ള ഒരു നിലവാരം നമുക്ക് ഉണ്ടാകണം. ഇതൊക്കെ ഉണ്ടാക്കിയാൽ മാത്രമേ ഇതൊക്കെ സാധ്യമായി തീരുകയുള്ളൂ. പേരൻസ് എന്ന നിലകളിൽ ഇന്ന് രാത്രിയിൽ ഈ വചനത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്ന കാര്യം, നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ മേശയ്ക്ക് ചുറ്റും നമുക്ക് ചുറ്റും നമ്മളോട് ചേർന്ന് കുഞ്ഞുങ്ങൾ ഈ ഒലിവുതൈകൾ പോലെ വളർന്നു വരണമെങ്കിൽ നമ്മൾ അതിന് പിന്നിൽ ഒത്തിരി വില കൊടുത്തേ മതിയാവുകയുള്ളൂ. അത് ഈസിയായിട്ട് നടന്നു വരികയില്ല. ഒരു ഒലിവുതൈ മേശയ്ക്ക് ചുറ്റും നിൽക്കണമെങ്കിൽ അതിന്റെ പിന്നിൽ അതിന്റെ ഉടയവൻ ഒത്തിരി എഫർട്ട് ഇടുന്നത് പോലെ പേരൻസ് എന്ന നിലയിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മൾ ഒത്തിരി എഫർട്ട് ഇട്ടെങ്കിൽ മാത്രമേ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ നമ്മുടെ കുഞ്ഞു വളർന്നു വരുന്ന കണക്കെടുക്കും. നമ്മൾ എന്തൊക്കെ എഫർട്ട് ഈ ഒലിവുതൈ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ആ ഒരു ഒലിവുതൈ അനുസരിച്ച് നിൽക്കണമെങ്കിൽ എന്തെല്ലാം വേണ്ടി വരും? ഒന്ന്, അതിന് കറക്റ്റ് എമൗണ്ട് അല്ലെങ്കിൽ കറക്റ്റ് അളവിൽ അതിന് വെള്ളം വേണം, കറക്റ്റ് അളവിൽ ലൈറ്റ് വേണം, കറക്റ്റ് അളവിൽ അതിന് കാർബൺ ഡൈ ഓക്സൈഡ് വേണം, പിന്നെ മണ്ണ് വേണം. അത് വളർന്നു വരാൻ പിന്നെ ആവശ്യമായ സപ്പോർട്ട് കൊടുക്കണം. എല്ലാ ദിവസവും കെയർ കൊടുക്കണം. കാര്യം നേരെ വന്നില്ലായെങ്കിൽ അത് വളഞ്ഞു പോവുകയാണെങ്കിൽ അതിനെ തിരിച്ച് നേരെ കൊണ്ടുവരണ്ടേ? ഇല്ലേ? നമ്മുടെ ഡയറക്ഷൻ മാറിയാണ് വളരുന്നെങ്കിൽ അതിന് തിരിച്ച് നമ്മൾ ആഗ്രഹിക്കുന്നത് വരാൻ അതിന് പിന്നിൽ നമ്മൾ മനസ്സിൽ
മനസ്സിലാക്കി അതിനൊരു സപ്പോർട്ടൊക്കെ കൊടുത്ത് ഒരു കെയർ ഒക്കെ കൊടുത്ത് അതിനൊന്ന് ഡയറക്ഷൻ ഒന്ന് തിരിച്ചു വിട്ട് അതിനെ നമ്മളോട് ചേർത്ത് അങ്ങനെ എങ്കിൽ മാത്രം വളർന്നു വരികയുള്ളൂ. ഇത് ഇന്ന് രാത്രി നമ്മളോട് ഇതാണ് സംസാരിക്കുന്നത്. ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്നത് ഞങ്ങളുടെ പേരൻസ് ആയവരാണ്, നമ്മൾ ഇരിക്കുന്നത് അധികമാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മുടെ കരങ്ങളിൽ കർത്താവ് നൽകപ്പെട്ടിരിക്കുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഈ കുഞ്ഞുങ്ങൾ മേശയ്ക്ക് ചുറ്റും വളർന്നു വരുന്ന അല്ലെങ്കിൽ മേശയ്ക്ക് നിൽക്കുന്ന ഒരു ഒലിവ് തൈകൾ പോലെ നമ്മളോട് ചേർന്ന് നമ്മളോട് ചേർന്ന് നമ്മളോട് ചേർന്ന് നമ്മളോട് ചേർന്ന് അവർ വളർന്നു വരണം എന്നുള്ളതാണ് ദൈവത്തിന്റെ വചനത്തിലൂടെ ഇന്ന് രാത്രി നമ്മളെ പഠിപ്പിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യമാണ് കുഞ്ഞുങ്ങളെ എന്ത് ചെയ്യണം. കുഞ്ഞുങ്ങളെ അതിന് ഒത്തിരി പ്രാർത്ഥന ആവശ്യമാണ്, ഒത്തിരി പ്രാർത്ഥന ആവശ്യമാണ്, ഒത്തിരി ഉപവാസങ്ങൾ ആവശ്യമാണ്, ഒത്തിരി സർവീസുകൾ ആവശ്യമാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ മനസ്സിലാക്കേണ്ട ഒത്തിരി ആവശ്യമാണ്, അവരെ ലിസൺ ചെയ്യേണ്ട ആവശ്യമാണ്, അവരെ കറക്റ്റ് ചെയ്യേണ്ട ആവശ്യമാണ്. അവർ തെറ്റായി പോകുമ്പോൾ അവരെ നേരായ മാർഗത്തിൽ മടക്കിക്കൊണ്ടുവരേണ്ടത് അത്യാവശ്യമായ കാര്യമാണ്. അവർക്ക് ദൈവത്തിന്റെ വചനം പറഞ്ഞു കൊടുക്കുന്നത് അത്യാവശ്യമാണ്. അവർ ചെയ്യുന്നത് തെറ്റാണെന്ന് പക്ഷേ അവർക്ക് അറിയില്ല എങ്കിൽ അവർ ചെയ്യുന്നത് തെറ്റാണെന്ന് അവർ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. അങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞുകൊടുത്ത് ആ നിലകളിൽ കുഞ്ഞിനെ വളർത്തിയെടുക്കണം. അതാണ് ഈ വചനത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പൊ അനുഗ്രഹം കേട്ടത് കൊണ്ട് നമ്മൾ അനുഗ്രഹം പ്രാപിക്കുന്നില്ല, അനുഗ്രഹത്തെ പറ്റി കേട്ടത് കൊണ്ട് അനുഗ്രഹം പ്രാപിക്കുന്നില്ല, വാഗ്ദത്തങ്ങളെ പറ്റി കേട്ടത് കൊണ്ട് വാഗ്ദത്തം പ്രാപിക്കുന്നില്ല. മറിച്ച് അത് നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നത് എപ്പോഴെന്നറിയുമോ, നമ്മൾ ദൈവത്തിന്റെ വചനത്തെ അക്സെപ്റ്റ് ചെയ്ത് റിസീവ് ചെയ്ത് ഫോളോ ചെയ്ത് അത് നമ്മുടെ ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്ത് അത് നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് അത് പകർന്നു കൊടുക്കുമ്പോഴാണ് അതിന്റെ അനുഗ്രഹങ്ങൾ അതിന്റെ വാഗ്ദത്തങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വെളിപ്പെടുന്നത് കൊണ്ട് കഴിയുമാറാണ്. നമുക്ക് ഇസ്രായേൽ മക്കൾക്ക് ദൈവം ന്യായപ്രമാണം കൊടുത്ത സമയത്ത് എല്ലാ മേഖലകളെയും ദൈവം ടച്ച് ചെയ്ത ഒരു കോമൺ ആയിട്ട് എല്ലാം അല്ലെങ്കിൽ ദൈവത്തിന്റെ വചനം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരു കോമൺ ആയിട്ട് കുറെ റൂൾസ് ദൈവം കൊടുക്കുകയാണ് ചെയ്തത് അല്ലെ. അതിനകത്ത് ഭാര്യക്കുള്ളതുകൊണ്ട്, ഭർത്താവിനുള്ളതുകൊണ്ട്, കുടുംബ ജീവിതത്തിലുള്ളതുകൊണ്ട്, കുഞ്ഞുങ്ങൾക്കുള്ളതുകൊണ്ട്, ദൈവദാസന്മാർക്കുള്ളതുകൊണ്ട്, പുരോഗതി എന്ന് വേണ്ട ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും ടച്ച് ചെയ്തതുകൊണ്ടാണ് ദൈവത്തിന് നമുക്ക് നൽകപ്പെട്ടത്. അതിന് കാരണം എന്താ? കർത്താവിനറിയാം, ദൈവത്തിനറിയാം നമ്മുടെ ആവശ്യം എന്താണ്. ആയതുകൊണ്ട് നമ്മൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ലഭിക്കാതെ പോകരുത്. ആയതുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും സ്പർശിച്ചുകൊണ്ടാണ് ദൈവത്തിന്റെ തിരുവെഴുത്തുകളെ ദൈവത്തിന്റെ വചനങ്ങൾ നൽകപ്പെട്ടിരിക്കുന്നത്. കാരണം അത് നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യണം. നാളെ ഒരു സിറ്റുവേഷൻ വന്നു കഴിയുമ്പോൾ, ഒരു പ്രതിസന്ധി വന്നു കഴിയുമ്പോൾ നമ്മൾ ദൈവത്തിന്റെ വചനത്തിലേക്ക് നോക്കിയാൽ നമ്മൾ അതിലൊന്നും കാണാതിരിക്കരുത്. കാരണം നമുക്ക് ആവശ്യമുള്ള ദൈവത്തിന്റെ വചനത്തിൽ കാണും. അതുകൊണ്ട് ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും സ്പർശിച്ചുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത്. അതിനകത്ത് കുഞ്ഞുങ്ങളെ വളർത്തിട്ട് എങ്ങനെ കുഞ്ഞുങ്ങളെ വളർത്തണം, കുഞ്ഞുങ്ങൾ എങ്ങനെ വളരണം. അല്ലെങ്കിൽ നമ്മള് പറഞ്ഞിട്ടുണ്ടാകാം, നമ്മൾ പറയാറുണ്ട് വളരുകയല്ല വളർത്തുകയാണ് കാര്യം ഇല്ലേ. വളരുന്നത് ഈസിയാണ്. വളരുന്നൊക്കെ നമ്മൾ ഇവിടെ പ്ലാനുകൾ വളർത്തുകയാണ്, അത് നമ്മൾ എന്തെങ്കിലും ഒപ്പം എടുക്കാറുണ്ടോ? ഇല്ല. കാര്യം അത് സ്വമേധ വളർന്നു വരും. പക്ഷേ വളർത്തുന്നത് വ്യത്യാസമാണ്. ഇവിടെ ഒരു തൈ മേശയ്ക്ക് വളർന്നു വരണമെങ്കിൽ അത് വളരുകയല്ല, അതിനെ വളർത്തുകയാണ്. അല്ലേ? സാധാരണ നേരത്തെ പറഞ്ഞേ അത് സൺലൈറ്റിലുള്ള ഭാഗത്തേക്ക് പോകാൻ സാധ്യതയുണ്ട്. അത് വളരുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ അത് വിൻഡോയിലൂടെ വെളിയിലേക്ക് പോകത്തേ ഉള്ളൂ. അത് മേശയ്ക്ക് ചുറ്റും നിൽക്കുകയാണ്. പക്ഷെ വളർത്തുകയാണ് ചെയ്യുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങളെ നൽകപ്പെട്ടിരിക്കുന്നത് അവരെ വളർത്തേണ്ടതിനായിട്ടാണ്. അതിന് നമ്മൾ വളർത്തേണ്ടതിനാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ നൽകപ്പെട്ടിരിക്കുന്നത്. ആയതുകൊണ്ട് നമ്മുടെ കരങ്ങൾ നൽകപ്പെട്ടിരുന്ന കുഞ്ഞുങ്ങളെ നമ്മൾ ആ നിലകളിൽ വളർത്തിയെടുക്കാനായിട്ട് കർത്താവ് നമ്മളെ ഉത്തരവാദിത്വം ഏൽപ്പിച്ച് നൽകപ്പെട്ടിരിക്കുന്ന നമ്മുടെ ദാനമാണ്. കർത്താവ് നൽകിയിരിക്കുന്ന അനുഗ്രഹമാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നത്. ആയതുകൊണ്ട് ഈ അനുഗ്രഹങ്ങളൊക്കെ ഭാവിക്കണമെങ്കിൽ സ്തോത്രം ഈ വചനത്തെ ദൈവത്തെ ഭയപ്പെട്ട വചനത്തിൽ അനുസരിച്ച് വഴികൾ നടക്കുവാനായിട്ട് ഇന്ന് രാത്രിയിൽ ദൈവത്തെ രക്ഷിക്കാനാണ് നമ്മളെ ബുദ്ധി ഉപദേശിക്കുകയാണ്. ഒരു ഭാഗം കൂടെ ഒന്ന് വായിക്കുകയാണ്. കാര്യം അതിന്റെ ആവർത്തന പുസ്തകമാണ്, Deuteronomy chapter 4 ആണ്. ഞാനൊന്ന് വായിക്കുന്ന ഒരു ഭാഗം കൂടി. അതിനകത്ത് അതിന്റെ 9 മുതലുള്ള വാക്യങ്ങളാണ്. അതിനകത്ത് ദൈവം പറയാനുള്ള കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് പേരൻസ്, ഇതിനകത്ത് അപ്പന്മാരോടാണ് പറയുന്നത് എങ്കിൽ പോലും അത് പേരൻസ് എന്ന നിലയിൽ കണ്ടുകൊണ്ട് ആ വാക്യങ്ങൾ ഒരുപക്ഷെ അറിയാവുന്ന വാക്യങ്ങളായിരിക്കാം. Deuteronomy chapter 4 അതിന്റെ 9 onwards ആണ്. ആവർത്തന പുസ്തകം 4-ാമത്തെ അധ്യായം അതിന്റെ 9 മുതലുള്ള വാക്യങ്ങളാണ്. ഒന്ന് വായിക്കുമാർക്കെങ്കിൽ കണ്ടിട്ടുള്ള കാര്യങ്ങൾ നീ മറക്കാതെയും നിന്റെ ആയുഷ്കാലത്ത് ഒരിക്കലും അവ നിന്റെ മനസ്സിൽ നിന്ന് വിട്ടുപോകാതെയും ഇരിപ്പാൻ മാത്രം സൂക്ഷിച്ച് നിന്നെ
കാത്തുകൊള്ളുക. നിന്റെ മക്കളോടും മക്കളുടെ മക്കളോടും അവയെ ഉപദേശിക്കണം. വായിച്ച് നിങ്ങൾ മനസ്സിലായ കണ്ണാലെ കണ്ടിട്ടുള്ള കാര്യങ്ങൾ, ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത അത്ഭുത പ്രവർത്തികൾ അല്ലെ, കണ്ണാലെ കണ്ടിട്ടുള്ള കാര്യങ്ങൾ നീ മറക്കാതെ നിന്റെ ആയുഷ്കാലത്തൊരിക്കലും അവ നിന്റെ മനസ്സിൽ നിന്ന് വിട്ടുപോകാതെ ഇരിപ്പാൻ മാത്രം നിന്നെ തന്നെ ജാഗ്രതയോടെ കാത്തുകൊള്ളും. ഹല്ലേലൂയ. ദൈവം ചെയ്ത അത്ഭുതങ്ങളും അവന്റെ പ്രവൃത്തികളും ഒക്കെ നമ്മുടെ മനസ്സിൽ നിന്നും നമ്മുടെ ജീവിതത്തിൽ നിന്നും നീങ്ങിപ്പോകാതെ അവയെ ജാഗ്രതയോടെ കാത്തുകൊള്ളുക. എന്നിട്ട് അടുത്ത നിന്റെ മക്കളോടും മക്കളോടും അവയെ ഉപദേശിക്കണം. അപ്പൊ മക്കളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല ഒരു കാര്യം, അത് നമ്മുടെ മക്കളോടും പറയണം, നമ്മുടെ ഗ്രാൻഡ് ചിൽഡ്രനോടും പറയണം. നമ്മുടെ റെസ്പോൺസിബിലിറ്റി മക്കളിൽ നിന്ന് മാത്രം ഒതുങ്ങുന്നതല്ല. കാര്യം നമ്മൾ ചെയ്ത ദൈവപ്രവർത്തികൾ നമ്മുടെ കുഞ്ഞുങ്ങളോട് പറയുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ അനുഭവിച്ച ദൈവത്തിന്റെ അനുഗ്രഹങ്ങളും ദൈവത്തിന്റെ പ്രവർത്തികളും നന്മകളും ദൈവത്തിന്റെ ആലോചനകളും നമ്മൾ അനുഭവിച്ച് നമ്മുടെ കുഞ്ഞുങ്ങൾ വളർത്തിയെടുക്കുമ്പോൾ അവരിലൂടെ ജനിക്കുന്ന കുഞ്ഞുങ്ങളും അത് അറിഞ്ഞിരിക്കണം. അപ്പൊ നമ്മുടെ റെസ്പോൺസിബിലിറ്റി അതുവരെയാണ്, കൊച്ചുമക്കൾ വരെയാണ് നമ്മുടെ റെസ്പോൺസിബിലിറ്റി. മക്കളോടും അവരുടെ മക്കളോടും അവരെ പറയുകയല്ല ഉപദേശിക്കണം. പറയുകയല്ല ഉപദേശം എന്ന് പറയുമ്പോൾ അത് അനുസരിക്കേണ്ടതാണ് കൊടുക്കുന്ന കാര്യങ്ങളാണ് അല്ലെ. പറയുക എന്ന് പറഞ്ഞാൽ കേൾക്കുക, പറയുന്നതും ഉപദേശം രണ്ടാണ്. പറയുമ്പോൾ നമ്മൾ കേൾക്കാം, ചിലപ്പോൾ ഓർത്തിരിക്കാം, മറന്നു. പക്ഷെ ഉപദേശമായിട്ട് പറയുമ്പോൾ അത് ജസ്റ്റ് കേൾക്കുക മാത്രമല്ല, അത് അനുസരിക്കേണ്ടതിനായിട്ട് നൽകപ്പെടുന്ന ഇൻസ്ട്രക്ഷൻസ് ആണ്. അപ്പൊ നമ്മുടെ മക്കളോടും നമ്മുടെ കൊച്ചുമക്കളോടും അവയെ ഉപദേശിക്കണം. അടുത്ത വാക്കുകൾ പറഞ്ഞേ. നമുക്കറിയാവുന്ന ചരിത്രമാണ് അത്. നീ കർത്താവ് പർവ്വതത്തിൽ മോശയ്ക്ക് മുമ്പിൽ ഇറങ്ങി വന്ന സ്തോത്രം, അത് ദൈവത്തിന്റെ അപ്പിയറൻസ് പ്രത്യക്ഷപ്പെട്ട് നീ മറന്നു പോകരുത്. അടുത്ത വയസ്സിൽ അന്ന് യഹോവ എന്നോട് ജനത്തെ എന്റെ അടുക്കൽ വിളിച്ചു കൂട്ടുക, ഞാൻ എന്റെ വചനങ്ങൾ അവരെ കേൾപ്പിക്കും. അവർ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന നാളൊക്കെയും എന്നെ ഭയപ്പെടുവാൻ പഠിക്കുകയും തങ്ങളുടെ മക്കളെ പഠിപ്പിക്കുകയും വേണമെന്ന് കൽപ്പിച്ചു. ഇത് കേട്ടോ സ്തോത്രം. അവർ ദൈവത്തെ ഭയപ്പെടുവാൻ പഠിക്കണം. അപ്പോൾ തന്നെ പിന്നെന്താ ചെയ്യുന്നത്? തങ്ങളുടെ മക്കളെ തന്റെ മക്കളെ പഠിപ്പിക്കുകയും വേണം എന്ന് കൽപ്പിച്ചു. കമാൻഡാണ്, കൽപ്പനയാണ്, കൽപ്പിച്ചുവല്ലോ. അതിനടുത്തത് അങ്ങനെ നിങ്ങൾ അടുത്തു വന്ന് പർവ്വതത്തിന്റെ അടിവാരത്ത് നിന്ന് അന്ധകാരവും മേഘവും ഊരിരുളും ഉണ്ടായിരിക്കെ പർവ്വതം ആകാശമധ്യത്തോളം തീ കാലി കത്തിക്കൊണ്ടിരുന്നു. യഹോവ തീയുടെ നടുവിൽ നിന്ന് നിങ്ങളോട് അരുളി ചെയ്ത്, നിങ്ങൾ വാക്കുകളുടെ ശബ്ദം കേട്ട് ശബ്ദം മാത്രം കേട്ടതല്ലാതെ രൂപമൊന്നും കണ്ടില്ല. നിങ്ങൾ അനുസരിച്ച് നടക്കേണ്ടതിന് അവൻ നിങ്ങളോട് കൽപ്പിച്ച തന്റെ നിയമമായ 10 കൽപ്പന അവൻ നിങ്ങളെ അറിയിക്കുകയും 2 കൽപ്പനകളിൽ എഴുതുകയും ചെയ്യും. നിങ്ങൾ കൈവശമാക്കുവാൻ കടന്നു ചെല്ലുന്ന ദേശത്ത് നിങ്ങൾ അനുസരിച്ച് നടക്കേണ്ടതിനുള്ള ചട്ടങ്ങളും വിധികളും നിങ്ങൾ ഉപദേശിക്കണമെന്ന് യഹോവ അക്കാലത്ത് എന്നോട് കൽപ്പിച്ചു. നിങ്ങൾ കൈവശമാക്കുവാൻ കടന്നു ചെല്ലുന്ന ദേശത്തെ നിങ്ങൾ അനുസരിച്ച് നടക്കേണ്ടതിനുള്ള ചട്ടങ്ങളും വിധികളും നിങ്ങളെ ഉപദേശിക്കണമെന്ന് യഹോവ അക്കാലത്ത് മോശയോട് കൽപ്പിച്ചു. ഇത് ജസ്റ്റ് മരുഭൂമിയിൽ നടക്കുന്ന സമയത്ത് മാത്രമല്ല, അല്ലെങ്കിൽ മരുഭൂമിയിൽ അല്ലെങ്കിൽ മരുഭൂ പ്രയാണത്തിന് മാത്രമല്ല, അല്ലെങ്കിൽ ഇസ്രായേലിൽ നിന്ന് അവരെ പുറപ്പെടുവിച്ച് കൊണ്ടുവന്ന് അവരെ കനാൻ ദേശത്ത് വാഗ്ദത്തം എത്തുന്നത് വരെ മാത്രമുള്ള കാര്യമല്ല. മറിച്ച് അവർ വാഗ്ദത്തം എത്തിയതിനു ശേഷവും വാഗ്ദത്തങ്ങളെ പ്രാപിച്ചതിന് ശേഷവും അവർ നന്മകളെ പ്രാപിച്ചതിന് ശേഷം ദൈവം അവരോട് അരുളി ചെയ്ത ദൈവത്തിന്റെ ആലോചനകൾ അവരുടെ ജീവിതത്തിൽ വന്നതിന് ശേഷവും അവർ അനുഭവിച്ചതിന് ശേഷവും അതൊന്നും അവരുടെ ജീവിതത്തിൽ മറന്നു പോകാതെ അവരുടെ ജീവിതത്തിൽ എന്നൊന്നും പാലിക്കേണ്ടതിന് ഒരു കൽപ്പനയായി ദൈവം മോശയ്ക്ക് അവർ നൽകി. ദൈവം അതൊരു ഉപദേശമായി സേവനമെടുക്കുന്നത്. ഇന്ന് പകൽക്കാലം ഈ സന്ധ്യയിൽ ഞാൻ വാക്കുകൾ കണക്കൂടി ചെയ്യുമ്പോൾ പേരൻസ് ആയിട്ട് ആയിരിക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാർ, അല്ലെങ്കിൽ പേരൻസ് ആകുവാൻ പ്രാർത്ഥനയോടെ ആയിരിക്കുന്ന സഹോദരങ്ങൾ, ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ വിശുദ്ധിയാക്കാവ് നമ്മളെ ഓർപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മളുടെ കരകളിൽ നൽകപ്പെട്ടിരുന്ന കുഞ്ഞുങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ നിലയ്ക്ക് നിരമ്പൂന്ന തലമുറയുണ്ട്. ആ ദൈവത്തിന്റെ ദാനമാണ്, ദൈവത്തിന്റെ നല്ലൊരു ദാനമാണ്. അതിനെ ഏതെങ്കിലും നിലകളിൽ വളർത്തിയെടുക്കുവാനല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും നിലകളിൽ വളർന്നു വരേണ്ടതിനായിട്ടല്ല, മറിച്ച് അതിനെ ദൈവത്തിന്റെ വഴികളിൽ നടക്കുവാൻ തക്കവണ്ണം, ദൈവത്തെ ഭയപ്പെട്ട്
ദൈവത്തിന്റെ കൽപ്പനകളെ പ്രമാണിച്ച്, ദൈവത്തിന്റെ വചനത്തെ പ്രമാണിച്ച് ദൈവത്തിന് കൊള്ളാവുന്ന കുഞ്ഞുങ്ങളായി വളർത്തിയെടുക്കേണ്ടതിനായിട്ട് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ദൈവത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠകരമായ നല്ല ഒരു ഗിഫ്റ്റാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ, നല്ല ദാനമാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നത്. ഇന്ന് വചനത്തിലൂടെ നമ്മൾ പഠിപ്പിച്ച കാര്യം, ഇസ്രായേൽ മക്കളോട് ദൈവം എത്ര കൃത്യമായിട്ടാണ്, എത്ര സ്പഷ്ടമായിട്ടാണ് മോശയിലൂടെ അവർ കൽപ്പന കൊടുത്തത്. നിങ്ങളുടെ മക്കൾക്കും നിങ്ങളുടെ മക്കളുടെ മക്കൾക്കും ഇതെല്ലാം ഉപദേശിച്ചു കൊടുക്കും. ഇതൊരു കൽപ്പനയായിട്ട് ഞാൻ നിങ്ങൾക്ക് നൽകി തരുന്നു. അത് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഉപദേശിച്ചു കൊടുക്കണം. ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക എന്ന് നമ്മൾ തിരുവനന്തപുരത്ത് വായിക്കുന്നത് പോലെ, വൃദ്ധനായി മാറിയാലും പ്രായം ചെന്നാലും നമ്മൾ അവന് ഏറെ വയസ്സിൽ കിട്ടുന്ന ട്രെയിനിങ് അവൻ മറന്നു പോകാതെ ആ ട്രെയിനിങ്ങിൽ അവൻ ഉറപ്പുള്ളവനായി നേരായ മാർഗത്തിൽ പോകുവാനിടെ ചെയ്യുന്നത് പോലെ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മുടെ കാര്യങ്ങൾ നൽകപ്പെട്ടിരിക്കുമ്പോൾ അവരെ ട്രെയിൻ ചെയ്ത് അവരെ അഭ്യസിപ്പിച്ച് ദൈവത്തിന്റെ വചനത്തിലും സ്തോത്രം ദൈവികമായ ഉപദേശങ്ങളിലും കൽപ്പനകളിലുമെല്ലാം അവരെ വളർത്തിയെടുത്ത് ദൈവസഭയ്ക്ക് അനുഗ്രഹമായി തീരുവാനായിട്ട് ഇന്ന് രാത്രികാലം ഇടയാക്കി തീർക്കണം. ആ ഒരു ഉത്തരവാദിത്വം ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ ശുദ്ധാത്മാവ് പേരൻസ് എന്ന നിലയിൽ ദൈവത്തിന്റെ വചനത്തിലൂടെ നമുക്ക് നൽകപ്പെട്ടിരിക്കുകയാണ്. അതിനാൽ ഇന്ന് രാത്രിയിൽ ഞാൻ വാക്കുകളെ കൺട്രോൾ ചെയ്യുമ്പോൾ ഒരു നിമിഷം നമ്മളെ പറ്റി ചിന്തിച്ചാട്ടെ. ഹല്ലേലൂയ. നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ പ്രകാരമാണ് വളർത്തുന്നത്. ഹല്ലേലൂയ. അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങള് സ്തോത്രങ്ങളിൽ ഏതെങ്കിലും മേഖലകളിൽ സ്ട്രഗിൾ ചെയ്യുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ, കർത്താവേ ഞാൻ ഈ മേഖലകൾ സ്ട്രഗിൾ ചെയ്യുന്നു, എനിക്ക് അങ്ങയുടെ സഹായം വേണം, പരിശുദ്ധാത്മാവേ എനിക്ക് അങ്ങയുടെ സഹായം വേണം. അല്ലെങ്കിൽ ഏതെങ്കിലും നിലകളിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ എക്സ്പെക്ടേഷൻസ് അനുസരിച്ച് പോകുന്നില്ല എങ്കിൽ, കർത്താവേ അപ്പൊ ഹല്ലേലൂയ ഞാൻ എന്റെ കുഞ്ഞിന് കൊടുക്കേണ്ടതെല്ലാം ഞാൻ കൊടുക്കുന്നു, ചെയ്യേണ്ടതെല്ലാം ഞാൻ ചെയ്യുന്നു. എന്നാലും സ്തോത്ര കർത്താവേ ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ കുഞ്ഞായി ഞങ്ങൾ പഠിപ്പിച്ചതുപോലെ കുഞ്ഞുങ്ങളായി വരുന്നില്ല. കർത്താവേ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ദൈവത്തോട് പറഞ്ഞാണ്. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. ോൽ പോലെ നമ്മുടെ മേശ കെട്ടിട്ടും നമ്മളോട് ചേർന്നിരിപ്പാട്ടക്കോണം, ആ നല്ല അനുഭവങ്ങളെ തരുവാട്ടക്കോണം നമ്മുടെ കർത്താവ് മതിയായവനാണ്. എന്നാൽ നമ്മളാണ് വളർത്തിയെടുക്കേണ്ടത്. കർത്താവ് അതിനെ വളരുവാനാക്കും. അല്ലെങ്കിൽ എന്നാല് നമ്മളാണ് അതിനെ വളർത്തിയെടുക്കുന്നതിന് ആവശ്യമായ എല്ലാ സാഹചര്യങ്ങളും, എല്ലാ കുടുംബാന്തരീക്ഷം, എല്ലാ ഭവനാന്തരീക്ഷം നമ്മളാണ് ഒരുക്കി കൊടുക്കേണ്ടത്. ഒന്ന് ചിന്തിച്ചുകയെ, നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ ഭവനത്തിൽ വളർന്നു വരുമ്പോൾ നമ്മുടെ ഭവനാന്തരീക്ഷം പ്രകാരമായിരിക്കുന്നു. നമ്മുടെ ഭവനാന്തരീക്ഷം പ്രകാരം നമ്മൾ വളർന്നു വരുന്ന, നമ്മുടെ കുഞ്ഞുങ്ങൾ വളർന്നു വരുന്ന നമ്മുടെ വീട്, നമ്മുടെ ഭവനം അത് എപ്രകാരമായിരിക്കുന്നു. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല മൂല്യങ്ങളെ, നല്ല വാല്യൂസിനെ കാണിച്ചു കൊടുക്കുവാൻ കഴിയുന്ന ഒരു നല്ല ഭവനാന്തരീക്ഷമാണോ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മുടെ ഭവനത്തിൽ കാണാൻ കഴിയുന്നത്? ഹല്ലേലൂയ. നമ്മൾ സംസാരിക്കുന്ന വാക്കുകൾ, അതിനുമായി തമ്മിൽ അപ്പനും അമ്മയും തമ്മിൽ സംസാരിക്കുന്നത്, ഹല്ലേലൂയ, അവർ ചെയ്യുന്ന കാര്യങ്ങൾ, അവർ പോകുന്ന ഇടങ്ങൾ, അവരുടെ പ്രാർത്ഥന ജീവിതങ്ങൾ, അല്ലെങ്കിൽ അവർ ആത്മജീവിതത്തിന്റെ അനുഭവങ്ങൾ, അവർ ഭവനത്തിലായിരിക്കുമ്പോൾ അവരുടെ പെരുമാറ്റങ്ങൾ, അവരുടെ സ്വഭാവങ്ങൾ തമ്മിൽ എപ്രകാരം കുഞ്ഞുങ്ങളോട് എപ്രകാരമായിരിക്കുന്നു, അവർ ഉപയോഗിക്കുന്ന വാക്കുകൾ, ഹല്ലേലൂയ, അവരുടെ പ്രവർത്തികൾ, നടക്കുക, അല്ലെങ്കിൽ അവരുടെ കൂട്ടുകെട്ട്, വീട്ടിൽ ഉപയോഗിക്കുന്ന ഭക്ഷണങ്ങൾ, കുടിക്കുന്ന പാനീയങ്ങൾ, അങ്ങനെ കുഞ്ഞുങ്ങൾക്ക് മാതൃയാക്കുവാൻ കഴിയാത്ത ഏതെങ്കിലും കാര്യങ്ങൾ ഇന്ന് രാത്രി ഈ വചനം കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദൈവത്തിന്റെ സന്നിധിയിൽ ഒന്നേറ്റു പറയും, കർത്താവേ അപ്പ എന്നെ നേരായ മാർഗത്തിലൂടെ നയിക്കണമേ. അംഗീതമല്ലാത്തത്, എന്റെ കുഞ്ഞിനെ യോഗ്യമല്ലാത്തത്, എന്റെ കുഞ്ഞിനെ നല്ല രീതിയിൽ വളർന്നു വരുവാനൊക്കെ യോഗ്യമല്ലാത്ത ഏതെങ്കിലും കാര്യങ്ങൾ നമ്മുടെ ഭവനത്തിലുണ്ടെങ്കിൽ ഇന്ന് രാത്രി ആ ദൈവത്തോട് കർത്താവേ ഇതിനോട് കുറ്റം പറഞ്ഞിട്ട് എന്റെ കുഞ്ഞിനെ മാതൃകയോടെ എന്റെ ഭവനം വളർത്തിയെടുക്കാനായിട്ട് ഞങ്ങളെ സഹായിക്കണമേ. നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന വാക്കുകളുണ്ടല്ലോ, പലപ്പോഴും ദേഷ്യപ്പെടുമ്പോഴും സ്ട്രെസ്സിലും ഫ്രസ്ട്രേഷനിലും ഒക്കെ നമ്മൾ പലപ്പോഴും പല വാക്കുകൾ ഹസ്ബൻഡ് വൈഫ് തമ്മിലൊക്കെ സംസാരിക്കുമ്പോൾ അതിനകത്ത് പല വാക്കുകളെ ദുർവേഷമാക്കുന്നുണ്ട്. എന്നാൽ ഇന്ന് രാത്രിയിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അതൊക്കെ കേട്ടാണ് വളരുന്നതെങ്കിൽ കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോഴും അവരും അതുപോലെ എനിക്ക് ബിഹേവ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളാണ് കുഞ്ഞുങ്ങൾ കേട്ട് വളരുന്നത്. അത് തന്നെയാണ് അവർ പറയാൻ പോകുന്നത്. അവർ പറയും, അപ്പന് എന്റെ മമ്മിക്ക് ഈ വാക്കുകൾ പറയാമെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് പറയാൻ പറ്റാത്തത്? അല്ലെങ്കിൽ കാര്യം നമ്മൾ പറയുന്നതാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ കേൾക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ പോകുന്ന സ്ഥലം യോഗ്യമല്ലാത്ത സ്ഥലത്താണ് നമ്മൾ പോകുന്നതെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്കും അതിനകത്ത് മറിച്ചൊന്നും തോന്നുകയില്ല, അത് കറക്റ്റായിട്ട് അവർക്ക് തോന്നുകയുള്ളൂ. നമ്മൾ പോകുന്ന സ്ഥലം, നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് പ്രകാരമാണ്. നമ്മൾ കഴിക്കുന്ന ആഹാരങ്ങളും കുടിക്കുന്ന പാനീയങ്ങളും ഒക്കെ അത് എപ്രകാരമുള്ളതാണ്. അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകെട്ട്, നമ്മുടെ പാർട്ടി, അല്ലെങ്കിൽ ഇതൊക്കെ നമ്മുടെ ആഘോഷങ്ങൾ, ഇതിലൂടെയൊക്കെ നമുക്ക് എത്രത്തോളം എക്സാമ്പിൾ നമ്മുടെ കുഞ്ഞുങ്ങൾ കാണിച്ചു കൊടുക്കാൻ കഴിയുന്നുണ്ട്. മാതൃകപൂർണമായ ഒരു കുടുംബജീവിതം
അപ്പനും അമ്മയും എന്ന നിലയിൽ, ഹസ്ബൻഡ് വൈഫും എന്ന നിലയിൽ നമ്മുടെ സ്വന്തം ഭവനത്തിൽ നയിപ്പാൻ നമുക്ക് കഴിഞ്ഞില്ല എങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല ഒരു മാതാവിനെയോ നല്ല ഒരു പിതാവിനെയോ എല്ലാവർക്കും ലഭിക്കപ്പെട്ടു. നിങ്ങൾ നമ്മൾ അവരുടെ മുമ്പിൽ റോങ് ആയിട്ട് പ്രൂവ് ചെയ്യുകയാണ് നാളെ നമ്മുടെ കുഞ്ഞുങ്ങൾ അതായിരിക്കും ഫോളോ ചെയ്യുന്നത്. ആയതുകൊണ്ട് ഇന്ന് രാത്രി നമ്മൾ സമർപ്പിച്ച കർത്താവ് എൻ്റെ കുഞ്ഞ്, എൻ്റെ കുഞ്ഞുങ്ങൾ, എൻ്റെ കൊച്ചുമക്കൾ അല്ലെങ്കിൽ കർത്താവ് മേശയ്ക്ക് ചുറ്റും വളർന്നു വരുന്ന മൃതകൾ പോലെ ആയിത്തീരുവാൻ തക്കവണ്ണം കർത്താവെ അവരെ ആ നിലയിൽ വളർത്തിയെടുക്കാൻ ആവശ്യമായ ദൈവകൃപ കൊണ്ട് കർത്താവെ എന്നെ നിറയ്ക്കണമേ എന്നൊന്ന് പറഞ്ഞാണ്, ഒന്ന് പ്രാർത്ഥിച്ചാണ്. ഹല്ലേലൂയ. ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗീയ നല്ല കർത്താവേ, യേശുവേ, ഈ സമയം ഹല്ലേലൂയ സ്തോത്രം. അപ്പോൾ ആ സമയമായി ഇവിടെ ആയിരിക്കുന്ന സകലരെയും അടിയിൽ ഉൾപ്പെടെ എൻ്റെ കുടുംബത്തെ ഉൾപ്പെടെ ഞങ്ങളെ എല്ലാവരെയും യേശുവേ ഒരു പ്രാവശ്യം കൊടുത്തിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവേ, മുദ്രഫലങ്ങൾ അങ്ങനെ നൽകുന്ന അനുഗ്രഹമാണ്. പിതാവാദികമേ, ഞങ്ങൾ നൽകപ്പെടുന്ന അനുഗ്രഹങ്ങളെ എൻ്റെ കർത്താവെ അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ വളർത്തിയെടുക്കുവാനായി ആവശ്യമായ ദൈവകൃപ ഞങ്ങൾ നൽകി തരുമാനാകണമെന്ന് അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ മൗത്തും യേശുവേ ഞാൻ അങ്ങേക്ക് നൽകി തരികയാണ്. എല്ലാ പുകഴ്ചകളും യേശുവേ നൽകി തരികയാണ്. അങ്ങനെയുള്ള സഹായിക്കണം. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കർത്താവ് അനുഗ്രഹിക്കണം. ഞങ്ങളുടെ തലമുറകളെ കർത്താവ് അനുഗ്രഹിക്കണം. അവരെ ഒരു ഒലിവുതൈകൾ പോലെയാക്കി മാറ്റണം. അവരെ ഒരു ഒലിവുതൈകൾ പോലെ നല്ല ഫലങ്ങളെ പുറപ്പെടുവിക്കുന്ന നല്ല ഫലങ്ങളെ പ്രൊഡ്യൂസ് ചെയ്യുന്ന നല്ല ഒലിവ് മരങ്ങളാക്കി നല്ല ഒലിവ് മരങ്ങളാക്കി അവരെ തീർക്കണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഞങ്ങൾക്ക് അനുഗ്രഹമായി തീരുമ്പോൾ കർത്താവെ പേരൻസ് എന്ന നിലയിൽ കർത്താവെ അത് അനുഗ്രഹമായി തീരുവാൻ, സമൂഹത്തിന് അവർ അനുഗ്രഹമായി തീരുവാൻ, അവർ വളർന്നു വരുന്ന ഈ രാജ്യത്തിന് അവർ അനുഗ്രഹമായി തീരുവാൻ, അവരുടെ സൊസൈറ്റിയിൽ, അവരുടെ ഫ്രണ്ട്സിൽ, അവർ പഠിക്കുന്ന സ്കൂളിൽ, കോളേജിൽ, യൂണിയൻ, അവരുടെ ജോലി സ്ഥലങ്ങളിൽ അവർ അനുഗ്രഹമായി മാറുവാൻ കർത്താവെ അങ്ങയുടെ അനുഗ്രഹം. കുഞ്ഞുങ്ങൾക്ക് അനാവശ്യമായ ബുദ്ധി, ഞാൻ ദൈവകൃപ, ദൈവഭയം യേശുവേ അവരുടെ ഉള്ളിൽ പകർന്നു പരിശുദ്ധ ആത്മാവിനെ അവരെ നയിക്കണമേ. അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. പിതാവായിരിക്കുമേ, അവർക്ക് വിരോധമായി, അതിന് വിരോധമായി വ്യാപരിക്കുന്ന ദുഷ്ടന്റെ സകല പദ്ധതികളിലെയും സ്വർഗത്തിനും ഭൂമിക്കും നാഥൻ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ദൂരീകരിക്കുക. എന്റെ കർത്താവിനെ അനുഗ്രഹിക്കാൻ സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥന സ്തോത്രം യേശുവിന്റെ നാമത്തിൽ. ആമേൻ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ശുശ്രൂഷകൾക്കായിട്ട് പ്രവേശിക്കുകയാണ്. നമുക്കറിയാം നമ്മുടെ പ്രിയ സഹോദരൻ, പ്രിയ കുടുംബം, പ്രിയ ജോബനും പ്രിയ സ്ഥിരം ദൈവം അവർക്ക് ദാനമായി നൽകിയ രണ്ടാമത്തെ കുഞ്ഞിന്റെ സ്തോത്രം ഡെഡിക്കേഷൻ സർവീസിലാണ് ഇന്ന് ഇവിടെ കണ്ടുവന്നിരിക്കുന്നത്. പ്രിയ കുടുംബം, നിങ്ങൾ രണ്ടുപേരും കുഞ്ഞുമായിട്ട് മുൻപോട്ട് കണ്ടുപോകാനായിട്ട് ഇവിടെ ഫ്രണ്ടിൽ ഈ ഒരു സീറ്റിൽ നിങ്ങളിരിക്കുക. മുൻപോട്ട് കടന്നു വരുമ്പോൾ ഒരു പാട്ട് പാടി എന്തു ചെയ്യേണ്ടു നിനക്കേശു പരാ ഇപ്പോഴെന്തു ചെയ്യേണ്ടു നിനക്കേശു പരാ എന്നോടുള്ള നിൻ സർവ്വനന്മകൾക്കായി ഞാനെന്തു ചെയ്യേണ്ടു നിനക്കേശു പരാ ഇപ്പോഴെന്തു ചെയ്യേണ്ടു നിനക്കേശു പരാ നന്ദി കൊണ്ടെന്നെ ഉള്ളം നന്ദി നിറയുന്നു സന്നാഹമോടെ സ്തുതി പാടിടുമേ ദേവാ സന്നാഹമോടെ സ്തുതി പാടിടുമേ എന്നോടുള്ള നിൻ സർവ്വനന്മകൾക്കായി ഞാനെന്തു ചെയ്യേണ്ടു നിനക്കേശു പരാ ഇപ്പോഴെന്തു ചെയ്യേണ്ടു നിനക്കേശു പരാ എന്നിൽ അൻപോട് ദിനം തോറും നടത്തുന്ന പൊന്നീടയനന്തം വന്ദനമേ എന്നെ പൊന്നീടയനന്തം വന്ദനമേ എന്നോടുള്ള
ഓഗസ്റ്റിന് 127 സങ്കീർത്തനവും അതിനുശേഷം ഷെബു ബ്രദർ അവരുടെ പുസ്തകം 6-ാമത്തെ അധ്യായം 4 മുതൽ 9 വരെയുള്ള വാക്യങ്ങളും ഇപ്പോൾ വായിക്കുന്നത്. സങ്കീർത്തനം 127. യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവൻ വൃഥാ അധ്വാനിക്കുന്നു. യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാരൻ വൃഥാ ജാഗരിക്കുന്നു. നിങ്ങൾ അധികാരം തിരഞ്ഞെടുക്കുന്നതും നന്നാ താമസിച്ച് കിടപ്പാൻ പോകുന്നതും കഠിന പ്രയത്നം ചെയ്ത് ഉപജീവിക്കുന്നതും കർത്തുമത്രേ. തന്റെ പ്രിയനോ അവൻ അത് ഉറക്കത്തിൽ കൊടുക്കുന്നു. മക്കൾ യഹോവ നൽകുന്ന അവകാശവും ഉദരഫലം അവൻ തരുന്ന പ്രതിഫലവും തന്നെ. വീരന്റെ കയ്യിലെ അസ്ത്രങ്ങൾ എങ്ങനെയോ അങ്ങനെയാകുന്നു യൗവനത്തിലെ മക്കൾ. അവയെ കൊണ്ട് തന്നെ ആവനാഴിക നിറച്ചിരിക്കുന്ന പുരുഷൻ ഭാഗ്യവൻ. നഗരവാതിൽക്കൽ വെച്ച് ശത്രുക്കളോട് സംസാരിക്കുമ്പോൾ അങ്ങനെയുള്ളവർ ലജ്ജിച്ചു പോവുകയില്ല. Deuteronomy chapter 6 verses 4-9. Hear, O Israel, the Lord our God, the Lord is the one. Love the Lord your God with all your heart, with all your soul, and with all your strength. These commandments that I give you today are to be upon your hearts. Impress them on your children. Talk about them when you sit at home, when you walk along the road, when you lie down, and when you get up. Tie them as symbols on your hands and bind them on your foreheads. Write them on the door frames of your houses and on your gates. And now, play Job. സഭയുടെ മുൻപിൽ നിങ്ങൾക്ക് പൂർണ്ണമായി നിൽക്കുവാൻ ശൈലവയുടെ ഡെഡിക്കേഷനും നമ്മുടെ ഫസ്റ്റ് ബർത്ത്ഡേയും ബന്ധത്തിൽ നമുക്ക് ഒരുമിച്ച് നിൽക്കുവാൻ ദൈവം നന്ദി സാവകാശമായി സ്തോത്രം ചെയ്യുന്നു. നിങ്ങളെല്ലാവരും എൻ്റെ ക്ഷണപ്രകാരം കടന്നു വന്നു. ദൈവത്തിന് നന്ദി പറയുന്നു, ഓരോരുത്തരോടും നന്ദി പറയുന്നു. ഈ മീറ്റിംഗിന് ഗോകും പാസ്റ്ററിന് നന്ദി പറയുന്നു, കോയലിന് നന്ദി പറയുന്നു. ഞങ്ങളുടെ വിവാഹത്തിന് ശേഷം ഏകദേശം 5 വർഷത്തോളം കുഞ്ഞില്ലായിരുന്നു. ആ സമയത്ത് എന്നാൽ ചർച്ച പ്രാർത്ഥിച്ചു. ഒത്തിരി പേര് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ദൈവം ഞങ്ങൾക്ക് ഒരു കുഞ്ഞിനെ തന്നു. മോളെ ഇപ്പോൾ നാട്ടിലായിരിക്കുന്നു. അവിടെ ജോസിക്ക് വേണ്ടി അപ്ലൈ ചെയ്തിട്ടുണ്ട്. വേഗം തന്നെ കടന്നു വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എന്നാൽ അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ മുമ്പോട്ട് മോറയായിട്ട് പോകുന്നു. പക്ഷെ ഞങ്ങൾ അറിയില്ല ചർച്ചിൽ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ഞങ്ങൾക്ക് ദൈവം അതിനെ അപ്പോൾ മോറയുടെ ഫസ്റ്റ് ബർത്ത്ഡേയുടെ സമയത്താണ് മോറയുടെ ഡെഡിക്കേഷൻ ചെയ്തത്. അപ്പോൾ ഇതുപോലെ വന്ന് നിന്ന് ഞങ്ങളിങ്ങനെ മോറയുടെ ഡെഡിക്കേഷൻ്റെ സാക്ഷ്യത്തിൻ്റെ സമയത്താണ് ഒരു സർപ്രൈസ് ഉണ്ട്. ഷൈല ഞങ്ങൾ ക്യാരി ചെയ്യാനുള്ള വിശേഷം പറഞ്ഞത്. അപ്പം അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സ് ഇരിക്കുന്നവരും ഒക്കെ ഞങ്ങളുടെ ഇടയ്ക്ക് ഇങ്ങനെ ഈ ബർത്ത്ഡേയുടെ കാര്യം പറഞ്ഞു. എന്തെങ്കിലും ഗുഡ് ന്യൂസ് ഉണ്ടോ എന്ന് ചോദിച്ചു. ഈ വർഷം എൻ്റെ ഗുഡ് ന്യൂസ് മാത്രമേ ഉള്ളൂ, വേറെ ഗുഡ് ന്യൂസ് ഇല്ല. നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ ഷൈലോ കുറച്ച് ആഴ്ചകളായിട്ട് പനിയായിരുന്നു. കുറച്ചധികം ഭാരപ്പെടുമായിരുന്നു. റീസെൻ്റ് അഡ്മിറ്റഡായിട്ട് വന്നു. എന്നാൽ ശേഷം പ്രാർത്ഥിച്ചു. ദൈവം സൗഖ്യമാക്കി. ചർച്ചിൻ്റെ പ്രാർത്ഥന വീണ്ടും വേണ്ടി ചോദിക്കുന്നു. പ്രത്യേകിച്ച് നിങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഷൈലോ ജനിച്ച സമയത്ത് മോറെ ജനിക്കുന്നതിന് മുമ്പ് ദൈവം നിങ്ങൾക്ക് വ്യക്തമായ പേര് തന്നിരുന്നു. മോറെ എന്നുള്ളൊരു പേര് ഇടണമെന്ന്. എന്നാൽ ഷൈലോ ജനിക്കുന്ന സമയത്ത് ഞങ്ങളിങ്ങനെ ഒരു പേര് അന്വേഷിച്ചുകൊണ്ടിരുന്നപ്പോൾ അങ്ങനെ ദൈവം തന്നൊരു പേരാണ് ഷൈലോ.
പക്ഷേ ഈ ഷൈലോന്ന് പേരിട്ടതിന് ശേഷം ഒത്തിരി ആൾക്കാരുടെ ചോദിച്ചു മോറിയ എന്നൊരു പെണ്ണിന്റെ പേര്, ഷൈലോന്ന് വേറെ പെണ്ണിന്റെ പേര്. സോ ഇതും തമ്മിൽ ഒരു കണക്ഷൻ ഇല്ലല്ലോ. വാട്ട് ഈസ് ദ റിലേഷൻ? മോറിയ എന്ന വാക്ക് മോറിയ മലയിലാണ്. മോറിയ എന്ന വേർഡ് കംസ് ഫ്രം മൗണ്ട് മൊറിയ. മോറിയ മലയിലാണ് ദൈവം ശലോമിന്റെ അടുത്ത് പറഞ്ഞത് അവിടെ ആലയം സ്ഥാപിക്കാൻ. എന്നാൽ ഷൈലോ എന്നുള്ള പേരുമായിട്ടുള്ള റിലേഷൻ അറിയണം. ആലയം, ദൈവത്തിന്റെ ആലയം മോറിയ മലയിൽ സ്ഥാപിക്കുന്നതിന് മുൻപ് ദൈവത്തിന്റെ പെട്ടകം വസിച്ചിരുന്ന സ്ഥലമാണ് ഷൈലോ. ദൈവത്തിന്റെ സാന്നിധ്യം വസിക്കുന്ന place. That is what that's the vision which God has given us regarding Moriah and Shiloh. അത് നമ്മൾ വായിച്ചു പോലെ Psalms 127 പറയുന്നു, ഒരു യൗവനക്കാരന്റെ കയ്യിലുള്ള ഒരു അസ്ത്രം പോലെ, ഒരു യൗവനത്തിലുള്ള മക്കൾ വീരന്റെ കയ്യിലെ അസ്ത്രമാണ്. So our children should be like an arrow in our hands, and we should decide where they should reach, where the arrow should reach. And അവർ വലിയ ഡോക്ടർ ആകണം, എഞ്ചിനീയർ ആകണം, അല്ലെങ്കിൽ they should be academically brilliant എന്നുള്ള എയിം അല്ല. Okay, the aim is they have to be the place where God resides. എന്നാൽ ഞാൻ ഇങ്ങനെ ആരാധിച്ചുകൊണ്ട് വരുന്ന സമയത്ത് എക്സോഡസിൽ ഒരു പാർട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, അങ്ങനെ അവൾ she called her Moses saying we carried her out of water. ഇത് ഞാൻ വായിച്ചതിനെ കുറച്ച് കഴിഞ്ഞപ്പം ദൈവം എൻ്റെ അടുത്തൊരു വേർഡ് പറഞ്ഞു, നീ ഷൈലോ എന്നുള്ള പേരിന് നീ അർത്ഥം വയ്ക്കുന്നത് the place where God dwells. But then God suddenly told me while today worshiping, there is a place, there is a position in the Word of God where the Word of God dwells in you, and you dwell in the Word of God. You abide in the Word of God. നീ വചനം നിന്നിൽ വസിക്കുന്ന ഒരു അവസ്ഥ. We read it in John 15. And God told me, Shiloh, nee udeshicha artham Shiloh is the place where God dwells, but there is another dimension to it, and that is Shiloh. It was like, she called her Moses, saying, I took her out of water, just like that God told me. You call her Shiloh, saying she is the word carrying vessel. Amen. The word carrying vessel. Amen. So I believe, and as a family, we pray and we aim her to be the word carrying vessel. And the word Canaan comes from Shekinah, the place where the manifested glory of God dwells. It's all related, but the presence of God is all what we need in our lives. We need the presence of God in our lives. And I pray that my children will be there. Yes, Lord Jesus. And while we were worshiping today, there is another reference to the word Shiloh, and it's in Genesis chapter 49, verse 10, I guess. And it's a prophecy which is about the Messiah coming again. And again, today I understood, because that's Shiloh is another name for Messiah. Because that was a very so it's another name for Jesus as well. So the Prince of Peace will come and reside in earth. Okay, that's what the significance of the word Shiloh means. Do you know that in our lifetime, and I believe in our lifetime, in her lifetime, the
Prince of Peace, Jesus will come back again into this world, and he will reside in this earth, in this earth, not heaven, in this earth, and we will reign with him. Amen. And we will rule with him for 1,000 years. That's what the Bible says. And I believe that in her lifetime we will experience that, and I'm looking forward to that. And yeah, that's the story behind her name. And I asked the church to pray, to give, while we dedicate her. Pastor always says that it's not the child being dedicated, but it's the parents being dedicated, and that's true. And I ask your prayers for us to be, committed and organized, and have all the capacity which we need to raise her in the vision which God has given us. Thank you. Praise God. Hallelujah. Praise God. നൽകപ്പെട്ട അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യത്തിനായിട്ട് നമ്മൾ ദൈവത്തെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. Praise God. ഹല്ലേലൂയ. കർത്താവ് അവരെ അനുഗ്രഹിച്ചു. കർത്താവ് കുടുംബജീവിതം തന്നെ ദൈവത്തിന് അനുഗ്രഹമാണ്. അല്ലെങ്കിൽ കർത്താവ് അവരെ മുന്നമേ തന്നെ തക്ക തുണകളായി കാണുന്നത് കുടുംബജീവിതത്തിലൂടെ, വിവാഹത്തിലൂടെ, കുടുംബജീവിതം പ്രവേശിക്കാനാണ്, വിശുദ്ധ വിവാഹത്തിലൂടെ കുടുംബജീവിതം പ്രവേശിക്കാനായിട്ട് സ്വരം കൃപ ചെയ്തു. അവർ ഫസ്റ്റ് ബേബിക്ക് വേണ്ടി 5 വർഷം കാത്തിരുന്നുവെങ്കിലും കർത്താവ് അവരുടെ പ്രാർത്ഥന കേട്ടു. കർത്താവ് തലമുറയെ നൽകി. ആ തലമുറയുമായിട്ട് ദൈവത്തിന്റെ സന്നിധിയിൽ വളരെ പ്രാർത്ഥനയോടെ കടന്നു വരുവാനായിട്ട് സ്വർഗ്ഗം പോലെ സഹായിച്ചു. ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ എത്ര ശ്രേഷ്ഠമാണ്, ദൈവത്തിന്റെ വഴികൾ എത്ര ശ്രേഷ്ഠമാണ്. അല്ലെങ്കിൽ ഈ മനുഷ്യന്റെ ദൃഷ്ടിയിൽ ആശ്ചര്യപൂർവ്വമാണ്. കാരണം ഇത്രത്തോളം ശ്രേഷ്ഠമായ അനുഭവങ്ങൾ പ്രാപിക്കാനായിട്ട് സ്വർഗം ഈ കുടുംബത്തോട് കാണിച്ച കരുണയ്ക്ക് നമുക്ക് ദൈവത്തെ നമ്മളോട് സ്തുതിക്കുവാൻ ചെയ്യാം. അല്ലെങ്കിൽ ഒരു പക്ഷെങ്കിൽ ഇന്ന് ഈ ചൈൽഡ് എഡ്യൂക്കേഷൻ സർവീസ് ഇവിടെ നടക്കുമ്പോൾ ചെറുക്കെങ്കിലും ഒരു പക്ഷേ മനസ്സിൽ ഒരു സംശയം തോന്നിയേക്കാം. ഇത് എന്താണ് ഈ സർവീസ്? പക്ഷെ ആദ്യമായിട്ട് ഇതിൽ പങ്കുചേർന്ന ആരെങ്കിലും ഉണ്ടായിരുന്നിരിക്കാം, അതല്ലെങ്കിൽ ഇതിനെപ്പറ്റി വ്യക്തമായിട്ടൊരു ബോധ്യമില്ലാത്ത ആരെങ്കിലും ഉണ്ടായിരുന്നിരിക്കാം. അവരോട് ബന്ധത്തിൽ ഞാൻ ഒരു 1-2 കാര്യങ്ങളൊന്നും അറിയിക്കട്ടെ. അല്ലെങ്കിൽ നമ്മൾ പഴയ നിയമത്തിൽ, അതല്ലെങ്കിൽ ഈ ചൈൽഡ് എഡ്യൂക്കേഷൻ സർവീസ് എന്ന് പറയുന്നത് ദൈവം തന്ന ദാനത്തെ ശുശ്രൂഷകൾ എന്ന നിലയിൽ അടിയൻ പ്രാർത്ഥിച്ച് അവരെ അനുഗ്രഹിച്ച് ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്ന ഒരു മഹനീയ ശുശ്രൂഷയാണ് ഈ ചൈൽഡ് എഡ്യൂക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ വേറെ ഒന്നുമില്ല. അല്ലെങ്കിൽ കർത്താവിന്റെ കരങ്ങളിലേക്ക് ദൈവം നൽകിയ ദാനം ഈ കുടുംബത്തെ ദൈവം അനുഗ്രഹിച്ചു. കുഞ്ഞിനെ കർത്താവ് നൽകി, അവരെ കുഞ്ഞിനെ കരങ്ങളിലെടുത്ത് അവരെ അനുഗ്രഹിച്ച് ദൈവകൃപയും പത്യുപദേശത്തിലും കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കേണ്ടതിനായിട്ട് കർത്താവ് അവരുടെ കടകളിലേക്ക് മടക്കി നൽകുന്ന ആ ഒരു സൊല്യൂഷനാണ് ഈ ചൈൽഡ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അപ്പോൾ തന്നെ ഒരു പക്ഷെങ്കിൽ നിങ്ങൾ ചിന്തിച്ച കാര്യം, കൊച്ചു കുഞ്ഞായതുകൊണ്ട് ഒരു പക്ഷെ ചിന്തിച്ചേക്കാം, പഴയ നിയമ പശ്ചാത്തലത്തിൽ ബിബ്ലിക്കലി നമ്മൾ നോക്കുമ്പോൾ പരിച്ഛേദന എന്ന് പറയുന്ന ഒരു ചടങ്ങ് യഹൂദന്മാരുടെ ട്രഡീഷണൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ശുശ്രൂഷയാണ് പരിച്ഛേദന എന്ന് പറയുന്നത്. ഈ പരിച്ഛേദനയുമായിട്ട്, അല്ലെങ്കിൽ സർക്കംസിഷൻ എന്ന് പറയുന്ന പരിച്ഛേദനയുമായിട്ട് ഇതിനെന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ഒരു പക്ഷെങ്കിൽ ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ ഇതിന് അതുമായി യാതൊരു ബന്ധവുമില്ല. ഇത് പരിച്ഛേദനയ്ക്ക് പകരമായിട്ടോ അതല്ലെങ്കിൽ അതിന് തുല്യമായിട്ടോ ചെയ്യുന്ന ഒരു ശുശ്രൂഷയല്ല ഈ ചൈൽഡ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ മനസ്സിലാക്കുന്ന കാര്യമുണ്ട്, പരിച്ഛേദന ചെയ്യുന്നത് ആൺകുഞ്ഞുങ്ങൾക്കാണ്, അതല്ലെങ്കിൽ പുരുഷന്മാരെയാണ് പരിച്ഛേദന ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ പെൺകുഞ്ഞുങ്ങളെ ഒരിക്കലും പരിച്ഛേദന ചെയ്യാറ്. ഇന്ന് നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യുന്നത് ഒരു പെൺകുഞ്ഞിനെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് പഴയ നിയമങ്ങളിൽ കാണപ്പെടുന്ന പരിച്ഛേദനയുമായിട്ട് യാതൊരുവിധ ബന്ധവും ഈ ശുശ്രൂഷയ്ക്കില്ല. അടുത്തൊരു സംശയം ചോദിച്ചേക്കാം, നമ്മൾ കുഞ്ഞുങ്ങളെ ട്രഡീഷണൽ ചർച്ചകളിലൊക്കെ മാമോദിസ ചെയ്യുന്ന, അല്ലെങ്കിൽ ഇൻഫന്റ് ബാപ്റ്റിസം, കുഞ്ഞായിരിക്കുമ്പോൾ കുഞ്ഞിനെ ആ നിലകളിൽ സ്നാനപ്പെടുത്തുന്ന ആ ഒരു ശുശ്രൂഷ, മാമോദിസ ചെയ്യുന്ന ഒരു ചടങ്ങ് ട്രഡീഷണൽ ചർച്ചകളുണ്ടല്ലോ. ഇതൊരു പക്ഷെ അതിന് പകരമായിട്ട് ചെയ്യുന്നതാണോ എന്നൊരു പക്ഷെ ആർക്കും സംശയമുണ്ടെങ്കിൽ ഇത് അതുമായിട്ടും യാതൊരു ബന്ധവുമില്ല. അതിന് പകരമായിട്ടും ചെയ്യുന്ന ഒരു ശുശ്രൂഷയല്ല. കാരണം ശിശുസ്നാനം ബൈബിളിൽ കാണാത്ത ഒരു കാര്യമാണ്, ഒരു ടീച്ചിങ്ങാണ്. ബൈബിളിൽ എവിടെ നോക്കിയാലും ശിശുസ്നാനം നമുക്ക് എല്ലാം കണ്ടെത്തിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ശിശുസ്നാനത്തിന് പകരമായിട്ട് ചെയ്യുന്ന ഒരു ശുശ്രൂഷയല്ല ഇത് എന്ന് പറയുന്നത്. അടുത്തൊരു ചോദ്യം വന്നേക്കാം, ഒരുപക്ഷെ കുഞ്ഞിനെ ഇങ്ങനെ ഡെഡിക്കേറ്റ് ചെയ്യുന്നത് കൊണ്ട് ഈ കുഞ്ഞിന്റെ സാൽവേഷൻ, രക്ഷ ഇതുപോലെ പ്രാപിപ്പാൻ കഴിയുമോ എന്ന് ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ ഇതുകൊണ്ട് ഈ കുഞ്ഞിന്റെ
ആത്മരക്ഷയ്ക്കും പകരമായിട്ട് ചെയ്യുന്ന ഒരു കാര്യമല്ല. ആത്മരക്ഷ പ്രാപിക്കണമെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ നമ്മുടെ ഹൃദയത്തിൽ വിശ്വസിച്ച് വായിക്കൊണ്ട് കർത്താവ് ഒന്ന് ഏറ്റുപറഞ്ഞ് ദൈവത്തിന്റെ കൽപ്പനയാകുന്ന സ്നാനം സ്വീകരിച്ച് കഴിയുമ്പോഴാണ് സ്തോത്രം ആ ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ സാൽവേഷൻ പൂർത്തീകരിക്കും, അല്ലെങ്കിൽ രക്ഷയുടെ അനുഭവത്തിലേക്കാണ് വരുന്നത്. ഈ കുഞ്ഞ് പ്രായമാകുമ്പോൾ ഇന്ന് ഇവിടെ സംസാരിക്കുമ്പോൾ ജോബിന്റെയും എസ്തറിന്റെയും ഉത്തരവാദിത്വമാണ് ഈ കുഞ്ഞിനെ പദ്യോപദേശത്തിലും ദൈവവചന ഉപദേശത്തിലും ഒക്കെ വളർത്തിയെടുത്ത് ഈ കുഞ്ഞ് നന്മതിന്മകളെ തിരിച്ചറിയുന്ന പ്രായമാകുമ്പോൾ കർത്താവിനെ തന്റെ ഹൃദയത്തിൽ വിശ്വസിച്ച് വായിക്കൊണ്ട് തന്നെ കർത്താവ് ഏറ്റുപറഞ്ഞ് രക്ഷാനിർണയം പ്രാപിച്ച് ദൈവത്തിന്റെ കൽപ്പനയാകുന്ന സ്നാനം സ്വീകരിക്കത്തക്ക നിലകളിലുള്ള ആത്മീയ അനുഭവങ്ങളിൽ ഈ കുഞ്ഞിനെ വളർത്തിയെടുക്കേണ്ടുന്ന ഉത്തരവാദിത്വമാണ് പ്രിയപ്പെടുന്നത്. അതിനുശേഷമാണ് കുഞ്ഞിന്റെ ജീവിതത്തിലേക്ക് ആത്മരക്ഷ പൂർണ്ണമായിട്ട് എടുക്കാൻ കഴിയുന്നത്. ഹല്ലേലൂയ. ഇന്ന് ആയതുകൊണ്ട് ഇതൊന്നുമല്ല, ഇതിനൊന്നും പകരമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ. നേരത്തെ ആദ്യം ഞാൻ സൂചിപ്പിച്ചതുപോലെ കർത്താവ് നൽകിയ ദാനമാണ്, ദൈവത്തിന്റെ അനുഗ്രഹമാണ്. കർത്താവിന്റെ കരങ്ങളിലേക്ക് അതിനെ സമർപ്പിച്ച് ദൈവമേ ഈ കുഞ്ഞിന്റെ വളർച്ചയ്ക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും കർത്താവ് നൽകി കൊടുത്ത് ദൈവഭയത്തിലും ദൈവകൃപയിലും വളർന്നു വരുവാൻ തക്കവണ്ണമുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്ന ശുശ്രൂഷയാണ്. അപ്പോൾ തന്നെ ദൈവസഭയ്ക്ക് വലിയൊരു ഉത്തരവാദിത്തമുണ്ട്. ഇവിടെ ഇന്ന് ഇവരെ ഈ സന്തോഷ ദിവസത്തിൽ ഇവരോട് ചേർന്ന് കർത്താവിന് മൗത്വം കരയേറ്റുവാനും സന്തോഷിപ്പാനും ദൈവത്തിന് നന്ദി കരയേറ്റുവാനും കൊണ്ടുവന്നിരിക്കുമ്പോൾ ദൈവസഭയ്ക്ക് ഒരു വലിയ ഉത്തരവാദിത്തമുണ്ട്. ഒന്ന് ഈ പേരൻസ് നിലയിൽ ജോബിനെയും എസ്തറിനെയും ഓർത്ത് പ്രാർത്ഥിക്കണം. കർത്താവെ അവരുടെ കുടുംബ ജീവിതത്തെ കർത്താവ് അനുഗ്രഹിക്കണം. ഈ കുഞ്ഞുങ്ങളെ പ്രോപ്പറായി വളർത്തിയെടുക്കാൻ ആവശ്യമായ ദൈവകൃപ അവരുടെ മേൽ പകരപ്പെടണം. ഒരു മാതൃകാപൂർണമായ ഒരു കുടുംബ ജീവിതവും നല്ലൊരു മാതൃകാപൂർണമായ ഒരു പേരൻറ്ഹുഡ് അവർക്ക് നൽകി കൊടുക്കാൻ കർത്താവെ അങ്ങ് അവരെ സഹായിക്കണമെന്ന് ഈ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോൾ തന്നെ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കണം. കർത്താവെ കുഞ്ഞ് നല്ല നിലയിൽ വളർന്നു വരുവാൻ ആവശ്യമായ എല്ലാ കൃപകളും കൊടുത്ത് കർത്താവെ വളർന്നു വരാൻ കർത്താവ് സഹായിക്കണമേ എന്ന് കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോൾ തന്നെ ഇവിടെ ആയിരിക്കും നമ്മളെല്ലാവരും ഈ കുഞ്ഞിന് ആവശ്യമായ കെയർ, ആവശ്യമായ സപ്പോർട്ട്. അപ്പോൾ തന്നെ നമ്മൾ മാതൃകാപൂർണമായ ഒരു ജീവിതം സഭയിൽ നടത്തി സഭയിൽ ജീവിച്ച് അതിന് നമ്മളെ കണ്ട് നമ്മളൊരു എക്സാമ്പിളായി നിന്നുകൊണ്ട് നമ്മളെ കണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ വളരുവാൻ ഇടയായിരുന്നു. ഇങ്ങനെ ഒത്തിരി ഉത്തരവാദിത്വങ്ങളിൽ പിന്നിൽ ഇതെല്ലാം കൂടെ ചേർന്ന ഒരു ശുശ്രൂഷയാണ് ഇന്ന് വിളിക്കാൻ പോകുന്ന ഈ ചൈൽഡ് കേർ സർവീസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇഷ്ടം നമ്മൾ ഈ ഒരു ശുശ്രൂഷയിലേക്ക് കടക്കുകയും അതുകൊണ്ട് എന്തെങ്കിലും സംശയങ്ങളുമായി ബന്ധപ്പെട്ട് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ ദയവായിട്ട് പിന്നീട് എന്നോട് ചോദിക്കുകയാണെങ്കിൽ അതിനെ കുറച്ചുകൂടി കാര്യങ്ങൾ വ്യക്തമായിട്ട് ബൈബിളിലൂടെ പറഞ്ഞു കൊണ്ട് കഴിയും. ആയതുകൊണ്ട് അതല്ല ഞങ്ങൾ വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കാം കുടുംബത്തെ അനുഗ്രഹിച്ച് കുഞ്ഞിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാനായിട്ട് കഴിയുമാറാകട്ടെ. സ്തോത്രം ചെയ്യാൻ നമ്മളെല്ലാ ദിവസവും കുഞ്ഞിന് വേണ്ടി കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന പോകട്ടെ. നേരത്തെ ഓർപ്പിക്കപ്പെട്ടതുപോലെ യഥാർത്ഥ കുഞ്ഞിനെയാണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നതെങ്കിൽ പോലും ഈ കുഞ്ഞിന് ഒന്നും തന്നെ മനസ്സിലാക്കേണ്ടത് കുഞ്ഞിനോട് പറയണം, കുഞ്ഞു മോനെ നീ ബേബിയായിരുന്നപ്പോൾ കുഞ്ഞായിരുന്നപ്പോൾ 1 വയസ്സായിരുന്നപ്പോൾ നിന്നെയും ഞങ്ങൾ ഇതുപോലെ കർത്താവിന്റെ സന്നിധിയിൽ കൊണ്ടുവന്ന് സ്വതം പ്രാർത്ഥിച്ച് ഡെഡിക്കേറ്റ് ചെയ്തതാണ്. ദൈവസഭ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചതാണ്, ദേവദാസഭ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചത്. അങ്ങനെയാണ് കർത്താവ് കുഞ്ഞെ നീ വളർന്നു വരുന്നതെന്ന് ഈ കുഞ്ഞ് വളരുമ്പോൾ കുഞ്ഞിനെ പറഞ്ഞു കൊടുക്കാൻ കഴിയുന്നതാണ്. നമുക്ക് എല്ലാ ദിവസവും നിൽക്കുമ്പോൾ തന്നെ ഈ ശിശു പ്രതീക്ഷകളിൽ കടക്കുകയാണ്. സ്തോത്രം ചെയ്യാം. പരിശീലിച്ചാലും ഭാവിച്ചാലും മുൻപോട്ട് കടന്നു വന്നാട്ടെ. ബിനിയുണ്ടോടെ സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യാം. സർവദാ
പ്രാർത്ഥനയിലും ആത്മീയ പോഷണത്തിന് ആവശ്യമായ ഭവനാന്തരീക്ഷത്തിലും വളർത്തിയെടുക്കാമെന്ന് നിങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിൽ സമ്മതിക്കുന്നു. ഈ കുഞ്ഞ് നന്മതിന്മകളെ തിരിച്ചറിയുന്ന പ്രായമാകുമ്പോൾ ദൈവകൽപ്പനകളെ പ്രമാണിച്ച് ദൈവസഭയ്ക്ക് ഒരു അനുഗ്രഹമായിരിക്കുന്ന ആത്മീയ നിലവാരത്തിലും വളർത്തിയെടുക്കാമെന്ന് മാതൃകാപൂർണമായ കുടുംബജീവിതം നയിച്ച് ദൈവഭയത്തിൽ വയതിനെ വളർത്തിയെടുക്കാമെന്ന് നിങ്ങൾ സമ്മതിക്കുന്നു. പ്രിയ കുടുംബം ദൈവത്തിന്റെ സന്നിധിയിൽ എടുത്ത തീരുമാനങ്ങൾക്ക് ഒത്തവണ്ണം നമ്മൾ ഇപ്പോൾ ഈ കുഞ്ഞിനെ പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ സന്നിധിയിൽ അനുഗ്രഹിച്ച് സമർപ്പിക്കേണ്ടത് പോവുകയാണ്. നല്ല ദൈവമേ, ചോദിക്കുന്നുണ്ട് കർത്താവേ, യേശുവേ, അപ്പ പ്രിയ കർത്താവേ, ഉദരത്തിൽ കുഞ്ഞിനെ കൺസീവായി എന്ന് കേട്ട നിമിഷം മുതൽ ദൈവസഭയാവുന്ന ഞങ്ങൾ എല്ലാവരും ഈ കുഞ്ഞിന്റെ അനുഗ്രഹത്തിന് വേണ്ടി, എസ്തറിന്റെ അനുഗ്രഹത്തിന് വേണ്ടി യേശുവേ ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളെല്ലാവരുടെയും പ്രാർത്ഥനകളുടെ എസ്തറിന്റെ പേരൻസ്, ജോലിയുടെ പേരൻസ്, അവരുടെ സ്നേഹിതർ, സഭ ഇതെല്ലാം ഒരുമിച്ച് ഞങ്ങളുടെ ആ പ്രാർത്ഥനകളെല്ലാം എന്റെ കർത്താവ് കേട്ടിട്ട് കർത്താവെ കുഞ്ഞ് ആരോഗ്യത്തോടെ ഇല്ലാത്ത നിലകളില് വിറപ്പോടെ പൂർണ്ണ വളർച്ചയോടെ നൽകി തരുവാനായിട്ട് സ്വർഗം ഇടയാക്കിയിട്ടുണ്ട്. പിതാവെ, അങ്ങ് ഈ കുടുംബത്തോട് കാണിച്ച ദൈവത്തിന്റെ അനുഗ്രഹത്തിനാണ്, ദൈവത്തിന്റെ കരുണയ്ക്കായിട്ട് യേശുവേ ഞങ്ങൾ അങ്ങേക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്ത് പിതാവേ, ഈ കുഞ്ഞ് വളർന്നു വരുമ്പോൾ ഇന്ന് പകലിൽ കർത്താവേ നൽകപ്പെട്ട ഉപദേശം പോലെ ദൈവത്തിന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ദൈവഭയത്തിൽ ദൈവകൃപയിൽ കുഞ്ഞ് വളർന്നു വന്ന് ദൈവസഭയ്ക്കും സമൂഹത്തിനും ദേശത്തിനും കുഞ്ഞ് വളർന്നു വരുന്ന ഈ രാജ്യത്തിൽ കുഞ്ഞ് വളർന്നു വരുന്ന എല്ലാ സാഹചര്യങ്ങൾക്കും ഒരു അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞായി തീരുവാൻ തക്കവണ്ണം ദൈവം കർത്താവേ സഹായിക്കണം. കുഞ്ഞിന്റെ വളർച്ചയ്ക്ക് വേണ്ടി കൃത്യമായി പ്രാർത്ഥിക്കുന്നു. കുഞ്ഞിന്റെ ഇമോഷണലി, ഫിസിക്കലി, മെന്റലി, സ്പിരിച്വലി എല്ലാം ദൈവമായ കർത്താവ് കുഞ്ഞിനെ അനുഗ്രഹിക്കുമാറാകണം. കുഞ്ഞിന് ഒരു ദോഷവും വരാതെ കർത്താവ് പ്രാർത്ഥിക്കുകയും എന്റെ കർത്താവിന്റെ രക്തത്താൽ കുഞ്ഞിനെ മുദ്രയിൽ കാക്കുവളർന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പിതാവായ ദൈവമേ, ദൈവശാന്തം മാറി കുഞ്ഞിനെ പോലെ യേശുക്രിസ്തുവിന്റെ സാന്നിധ്യത്തെ തീമതിലാക്കി നിർത്തി അല്ലെങ്കിൽ ദൂതന്മാരെ ഓരോ ദിവസവും കൽപ്പിച്ച് കാവലാക്കി നിർത്തി പരിപാലിച്ച് കർത്താവേ കുഞ്ഞിനെ ഓരോ ദിവസം പരിപാലിക്കേണ്ടതായിട്ട് ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. പിതാവിന്റെ കുഞ്ഞിന്റെ വളർച്ചയിൽ കുഞ്ഞിന്റെ മൈൽ സ്റ്റോൺസ് എല്ലാം അതെല്ലാം അതാത് സമയം ക്രമമായി നടക്കുന്ന അവസ്ഥയായിരിക്കണം. കുഞ്ഞിന്റെ കേൾവി, കുഞ്ഞിന്റെ കാഴ്ച, കർത്താവേ കുഞ്ഞിന്റെ സംസാരങ്ങൾ, കുഞ്ഞിന്റെ നടത്തം, അതിന്റെ അങ്ങനെ കുഞ്ഞിന്റെ ഓരോ കാര്യങ്ങളും യേശുവേ അതാത് സമയങ്ങളിൽ അത് ക്രമമായി നടക്കാൻ കർത്താവേ സഹായിക്കണം. അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. പിതാവായ ദൈവമേ, അങ്ങയുടെ നാമത്തിൽ അങ്ങയുടെ ദാസൻ എന്ന നിലയിൽ കർത്താവേ ദൈവദാസന്മാർ ഒരുമിച്ച് ദൈവസഭ ഒരുമിച്ച് കർത്താവേ കുഞ്ഞിനെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു. കർത്താവേ കുടുംബത്തിന് ഷൈലോ വിളിക്കുന്ന കുഞ്ഞിനെ ദൈവകൃപയിൽ പറ്റി വളർത്തിയെടുക്കേണ്ടതായിട്ട് പേരൻസിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കുടുംബത്തിനായാലും പ്രധാനമായി കുഞ്ഞിനെ നൽകി അധികമായ പ്രാർത്ഥന പേരനിലയിൽ ഇവർക്കാണ് ആവശ്യമായിട്ടുള്ളത്. പ്രത്യേകിച്ച് ദേശത്ത് നിന്ന് വളർന്നു വരുമ്പോൾ ഈ ദേശത്തിന്റെ മാലിന്യങ്ങളൊന്നും പെട്ടുപോകാൻ അനുവദിക്കാതെ കർത്താവ് ഈ കുടുംബത്തെ അനുഗ്രഹിക്കും, സഹായിക്കും. ആവശ്യമായ ദൈവികമായ ഗൈഡൻസ് പരിശുദ്ധാത്മാവിലുള്ള നടത്തിപ്പ് കുഞ്ഞുങ്ങൾക്കുണ്ടാകേണ്ടതിനായിട്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും ഈ കുടുംബത്തിന് നേരെ കരങ്ങളിലൊക്കെ നീട്ടിയാണ്, എല്ലാവരും കരങ്ങൾ നീട്ടിയാണ്. ഹല്ലേലൂയ. ഈ കുടുംബത്തെ എല്ലാവരും അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചാണ്. അനുഗ്രഹത്തിന്റെ വാക്കുകൾ ഈ കുടുംബത്തിന് വേണ്ടി പറഞ്ഞാട്ടെ. ഈ കുടുംബത്തെ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. അനുഗ്രഹത്തിന്റെ വാക്കുകൾ നമ്മുടെ നാവിലൂടെ കുടുംബത്തിന് മേൽ പറഞ്ഞു പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. നല്ല സമയത്തിനായി ഞങ്ങളെ സ്തുതിക്കുന്ന കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട കർത്താവേ, സ്തോത്രം ചെയ്ത കർത്താവേ, ഹല്ലേലൂയ. വൈദ്യുതമായ പാദത്തിലേക്ക് കടന്നു കർത്താവേ, സമർപ്പിക്കുന്ന കർത്താവേ, വൈദ്യുതി വളർത്തുവാനുള്ള ജ്ഞാനം കർത്താവേ, മാതാപിതാക്കൾ പ്രാർത്ഥിക്കുന്ന വൈദ്യുതി വളർന്ന ജ്ഞാനം പ്രാപിപ്പാൻ കർത്താവേ, ഹല്ലേലൂയ. കർത്താവേ സഹായിക്കണമേ, പ്രാർത്ഥിക്കുന്ന കർത്താവേ, കർത്താവേ വൈദ്യുതി നടക്കണമേ കർത്താവേ, ഹല്ലേലൂയ. കർത്താവേ സാന്നിധ്യത്തിൽ പ്രാർത്ഥിക്കുന്ന ഹല്ലേലൂയ. ഹല്ലേലൂയ.
ഓരോ നമ്മൾ ചെയ്യും അല്ലെങ്കിൽ സാന്നിധ്യം പ്രാർത്ഥനകളായ സൗന്ദര്യം തന്നെ കുടുംബത്തോട് കാണിച്ച എല്ലാ അനുഗ്രഹങ്ങളും അങ്ങനെ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നത് തിരുവനന്തപുരം കേൾപ്പിച്ചത് ആവശ്യമായ എല്ലാ ജ്ഞാനം കൊണ്ട് എന്റെ കർത്താവ് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നു അതുപോലെ ദൈവത്തിന് മഹത്വം വ്യാപരിക്കുന്ന ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്തുന്ന ദൈവത്തിന്റെ തേജസ് വ്യാപരിക്കുന്ന അനുഭവം അന്തരീക്ഷത്തിൽ വളർന്നു വരുവാൻ യേശുവിനെ സഹായിക്കണം അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു അവർ ആരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവർ നന്മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കുടുംബജീവിതത്തിൽ നന്മകൾക്കായി പ്രാർത്ഥിക്കുന്നു അവർ ആത്മീയത്തിന് അനുഭവത്തിനായി പ്രാർത്ഥിക്കുന്നു കുടുംബജീവിതത്തിൽ യേശുവിന്റെ രക്തത്താൽ പ്രാർത്ഥിക്കുന്നു വേണ്ടി പ്രാർത്ഥിക്കുന്നു ആവശ്യമായ ആരോഗ്യം മനസ്സിനാവശ്യമായ സന്തോഷം ജോലി ആത്മീയമായ കാര്യങ്ങളിൽ അഭാവം നല്ല വൈഫ് തന്ത്രികളിൽ കുഞ്ഞിനും നല്ലൊരു മാതാവ് തന്ത്രികളിലെല്ലാം കർത്താവായി തീരുവാൻ സ്വർഗം സഹായിക്കുമാറാകണം അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു ഒന്നിനും ഒരു ബുദ്ധിമുട്ടുണ്ടാകാതെ കർത്താവ് സൂക്ഷിക്കണം അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു കുഞ്ഞിനെ ഒരു അമ്മയുടെ നിലകളിൽ വളരെ മാതൃകയോടെ കർത്താവ് അല്ലെങ്കിൽ ഒരു ഹന്ന തന്റെ കുഞ്ഞിനെ ശബുവിനെ വളർത്തിയെടുത്തതുപോലെ കർത്താവ് കുഞ്ഞിനെ വളർത്തിയെടുക്കാൻ ആവശ്യമായ ദൈവകൃപ കൊടുക്കണമേ പിന്നത്തേത് അവനൊരു പുരോഹിതനായി മാറാൻ പ്രവാചകനായി മാറുവാൻ ഒരു ന്യായാധിപനായി മാറുവാൻ കർത്താവ് ശമൂലിനെ എത്തുന്നത് പോലെ പിതാവെ കുഞ്ഞിനെ വളർത്തിയെടുത്തു കർത്താവ് നിലകളിൽ ആയിത്തീരുവാൻ കർത്താവ് സഹായിക്കണം അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവ് കുടുംബജീവിതത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു നല്ലൊരു ഹസ്ബൻഡായി നല്ലൊരു വൈഫായി നല്ലൊരു അപ്പനായി നല്ലൊരു അമ്മയായി കർത്താവ് കുഞ്ഞുങ്ങൾക്കായി തീരുവാൻ സ്വർഗം സഹായിക്കണം അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു പിതാവായ സഭയായി ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് പിതാവെ സഭയായി ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് കർത്താവെ സഭയായി ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് ഈ കുടുംബത്തെ എന്റെ കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് യേശുക്രിസ്തുവിന്റെ രക്തം കൊണ്ട് മുദ്രയിട്ട് ദൂതന്മാരെ കാവലാക്കാൻ കൽപ്പിച്ച് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ നാമത്താൽ ഈ കുടുംബം അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ അങ്ങയുടെ നാമത്താൽ കുടുംബം അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ അങ്ങയുടെ നാമത്താൽ ഈ കുടുംബം അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ എല്ലാ മധുതൂപ്പുകളും എല്ലാം എന്റെ കർത്താവ് നൽകുന്നു സ്തോത്രം ചെയ്യുന്നു യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. നൽകപ്പെട്ട പുതുവർഷം
ഏറ്റവും അനുഗ്രഹത്തിൽ പുതുവർഷം മാത്രമല്ല നൽകി കൊടുക്കാൻ പോകുന്ന ആയുസ് ദീർഘായുസോടെ കുഞ്ഞ് വളർന്നു കൃപ ചെയ്യുന്നത് ദൈവത്തിന്റെ ജ്ഞാനവും പരിജ്ഞാനവും ഒക്കെ പ്രാപിച്ച് ദൈവത്തിന്റെ ബന്ധത്തിൽ കാണപ്പെടുന്ന ദൈവദാസന്മാരെ പോലെ വളർത്തിയുവാൻ കൃപ ചെയ്യണം. ദൈവസഭയ്ക്ക് ആവശ്യമായ എല്ലാ ആത്മീയ അനുഭവങ്ങളും ഈ കുഞ്ഞുങ്ങളിൽ നിന്നുണ്ടാകുവാൻ മുകളിൽ നിന്നുണ്ടാകുന്ന സ്വർഗം സഹായിക്കുന്നു. നമുക്ക് അതിനായിട്ട് പ്രാർത്ഥിക്കാം. ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമ്മൾ പ്രാർത്ഥന കഴിയുമ്പോൾ ശുഭ പിന്നെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചാൽ We submit everything to your mighty presence, Lord Jesus. We thank you, Lord Jesus, that Job brother and Esther sister were given that greatest privilege to be parents of Mariah and Shiloh, Lord Jesus. We thank you, Lord, hallelujah. We thank you that you saw them, Lord Jesus. And God saw faithfulness in them. And God saw that they can be good parents, Lord Jesus, and gave Shiloh into their hands. And as we, Lord Jesus, dedicate Jesus to make sure we support this family, we support the kid, Lord Jesus, hallelujah, in the spiritual way that she needs to go. And we thank you, Lord Jesus, as we read about Samuel, Lord Jesus, the boy grew in stature and favor of the Lord. Lord, we pray for a spiritual stature. We pray for a spiritual, Lord Jesus, hallelujah, favor upon Shiloh, Lord Jesus, in every walk of her life. I pray that your presence follow her, Lord Jesus. I pray that your presence is above, beneath, Lord Jesus, and around her. And I pray, Lord Jesus, you continue to hem this family these days, Lord Jesus, for spiritual, Lord Jesus, ways. And I pray the plans that you have for this family and the child, I pray is revealed and manifested in their life. As the Lord Jesus, Joshua said, as for me and my family, we will serve the Lord, Lord Jesus. We thank you, Lord, and I pray that, Lord Jesus, as we read in Psalms 128, thank you that children, Lord Jesus, are around the table. Not many children are around the table, but we strongly believe spiritual children are around the table. Where, Lord Jesus, you are the head. Lord Jesus, you sit on the head chair, and the parents sit on both the sides, and children along with them, Lord Jesus. And we, Lord, hallelujah, strongly believe that, Lord Jesus, being family of you and being children of you, Lord Jesus, every blessing that's been spoken to us, Lord Jesus, is for us, and it's for this family. I pray that your Spirit continue to guide this family, Lord Jesus. We know it's hard when we are in this world, but we know that your presence is enough for us. Your Spirit, Lord Jesus, enough, Lord Jesus, to take us through. And we thank you for the great vision, Lord Jesus, that you have given to Job brother and Esther sister. We thank even their names are meaningful. And I pray that as their names are, Lord Jesus, things manifest in their life, Lord Jesus. And I pray that they are, Lord Jesus, refreshed and enriched in every way through the Spirit. And I pray that they stand as servants of you, Lord Jesus, serving from your table, witnessing and testifying you, Lord Jesus. I pray this family is an aroma of you. I pray, Lord Jesus, wherever they go, ask and pray, Father. Amen. Dedication certificate ആണ് എനിക്കിങ്ങനെ വായിക്കുന്നത്. Certificate of child dedication. This certifies that Shiloh Nathaniel was dedicated to the Lord on 22nd April 2026 at USPC Manchester by Pastor Matthew Verghese. Children are a gift from the Lord. They are a reward from Him. With this act of dedication, the parents commit to raising their child in the knowledge and the love of Jesus Christ, with the support and the praise of USPC Manchester. Praise God. ഇത് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നു. ചർച്ചിന്റെ ചെറിയൊരു ഗിഫ്റ്റ് ശൈലിക്കായിട്ട് അത് നൽകുന്നു. ഇപ്പൊ നമ്മുടെ സ്തോത്രം ഇവിടെ ടോണി ശോഭന്റെ കസിൻ ടോണി മുമ്പോട്ട് കടന്നു വന്ന് ചിറ്റി മുമ്പോട്ട് കടന്നു വന്ന് പ്രാർത്ഥിച്ച് ഇവിടെ
കർത്താവേ ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ അനുഗ്രഹിക്കപ്പെട്ട ഒരു മീറ്റിംഗിനെ കൊണ്ടുപോകാൻ അവസരത്തിനായി സ്തുതിയും പ്രത്യേകം കുഞ്ഞിനോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കുഞ്ഞിനെ ജനനം മുതൽ ഇതുവരെ കർത്താവേ കുഞ്ഞിനെ ഇതുപോലെ പരിപാലിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അവളുടെ പിറന്നാൾ ദിവസത്തിൽ തന്നെ കർത്താവെ അങ്ങയുടെ സന്നിധി ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ്. അവിടെ അനുഗ്രഹിക്കപ്പെട്ടവരായിട്ടൊന്ന് പ്രാർത്ഥിക്കും. മാതാപിതാക്കൾക്ക്, സഭയ്ക്ക്, ദേശത്തിന്റെ കുടുംബങ്ങൾക്കുള്ള അനുഗ്രഹമായി തീരണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഈ കുടുംബത്തെ ധാരാളമായി അങ്ങ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഇവരുടെ വളർച്ചയിൽ ഹല്ലേലൂയ അവിടെ തുടർന്നുള്ള പഠന കാലങ്ങളിലെല്ലാം ദൈവം അവരോട് കൂടിയിരിക്കണമെന്ന് പ്രാർത്ഥിക്കും. മാതാപിതാക്കൾക്ക് അനുഗ്രഹമായി തീരണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. സ്തോത്രം ഇപ്പോൾ സഹായിച്ചതിനായി സ്തുതിക്കുന്നു. ഹല്ലേലൂയ. സർവ്വമാനങ്ങൾ ദർശനപ്പെട്ടെ ഇതിനെ കുറിച്ച് വെച്ച് പരമേശ്വരൻ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രൻ യേശുക്രിസ്തുവിന്റെ ആശ്വസിപ്പിച്ച പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും കാവലും സഹവാസവും ഈ കുടുംബത്തിന്റെ മേൽ, കുഞ്ഞിന്റെ മേൽ, ഇവിടെ ആയിരിക്കുന്ന ഓരോ വ്യക്തികളിലും ഈ ദേശത്തും സഭയിച്ച സകല പ്രവർത്തനങ്ങളും ഇതുവരത്തേക്കും കർത്താവ് യേശുക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവരയിൽ ഇരിക്കുമാറാകട്ടെ. കർത്താവ് കുടുംബത്തിന്റെ രാത്രിയിൽ നമുക്ക് ചെയ്യാൻ നൽകിയ പിതാവായ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവ് യേശുവേ